അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറസ് സുനനി സുനനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ അവലം ബിതഖ്വല്ലാഹ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ റമദാനിൽ എല്ലാ ഞായറാഴ്ചയും സംഘടിപ്പിക്കപ്പെടുന്ന ഈ ഓഡിറ്റോറിയത്തിലെ, വർഷങ്ങളായി നമ്മൾ തുടർന്നു പോരുന്ന ഈ ഓഡിറ്റോറിയത്തിലെ പ്രോഗ്രാമിൽ ഈ റമദാനിലെ നമ്മുടെ ഒട്ടുമിക്ക വിഷയങ്ങളും ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയായതുകൊണ്ട് തന്നെ ഒടുവിലത്തെ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആനും ഇതര വേദങ്ങളും എന്ന വിഷയത്തിലാണ് ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഷയം അവതരിപ്പിക്കാൻ. പൂർവവേദ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചുള്ള, അതുപോലെ ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആനിനെ സംബന്ധിച്ചുള്ള മൗലികമായ ഒരു ചർച്ചയാണ് ഇവിടെ നടക്കേണ്ടത്. ഒരപേക്ഷ മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് നിങ്ങളോടുള്ളത്. അറിയണം, പഠിക്കണം, മനസ്സിലാക്കണം എന്ന നല്ല താല്പര്യം ഉണ്ടാവണം നമുക്ക്. നമ്മളിന്ന് ജീവിക്കുന്ന ലോകം അല്പം പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. നമ്മൾ ജീവിക്കുന്ന കാലം അല്പം ബുദ്ധിമുട്ടുകളിലേക്ക് നീങ്ങുകയാണ് എന്നർത്ഥം. മനസ്സിലാകാൻ വേണ്ടി വളരെ ലളിതമായ ഒരു പോയിന്റിലൂടെ അത് അവതരിപ്പിക്കാം. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആരംഭം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നവോത്ഥാന സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് കടന്നു വന്ന മഹാന്മാരായ വ്യക്തികൾ രംഗപ്രവേശനം ചെയ്ത നൂറ്റാണ്ട് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ്. 2015 നമ്മൾ ഇവിടെയുള്ളത്. 1921 കാലഘട്ടം എന്നാണ് നമ്മൾ പറയാം. 1920കളിൽ എന്നും നമ്മൾ പറയാറുണ്ട്. 1920കളിലാണ് ഒരു നൂറ്റാണ്ടിൻ്റെ നവോത്ഥാനം ആരംഭിക്കുന്നതെങ്കിൽ ഈ നൂറ്റാണ്ടിൻ്റെ നവോത്ഥാനം ആരംഭിക്കുന്നത് നമ്മളുടെ കാലഘട്ടം മുതലാണ്. ഒന്നുകൂടെ ക്ലിയറായി പറഞ്ഞാൽ ദഅവാ സമിതിയുടെ രൂപീകരണത്തോടു കൂടിയാണ്. നമ്മളൊരു പുതിയ നൂറ്റാണ്ടിനെ അഭിമുഖീകരിക്കുകയാണ്. പഴയ നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ചവരെയാണ് ഈ നൂറ്റാണ്ടിൽ നമ്മൾ നവോത്ഥാനത്തിൻ്റെ നായകന്മാരാക്കി മാറ്റാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി കാണും.
അതായത് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിലെ നൂറ്റാണ്ടിന്റെ നായകന്മാർ ഏതൊരു ജനതയെ നന്നാക്കാനാണോ വിചാരിച്ച് അതിനെ നമുക്ക് ചെയ്യാനുള്ളത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തൗഹീദിന് ചുക്കാൻ പിടിച്ചവരെയാണ് നമുക്ക് ശിർക്കിന്റെ ഗൗരവം ഈ നൂറ്റാണ്ടിൽ പഠിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ തൗഹീദ് മനസ്സിലാക്കി ഈ നൂറ്റാണ്ടിൽ തൗഹീദ് മനസ്സിലാകാതെ പോയ ആളുകളെയാണ് നമുക്കിനി പഠിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ നൂറ്റാണ്ട്, ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമയിലൊക്കെ കാണാം, ഒരു നൂറ്റാണ്ട്. ഇപ്പൊ നമ്മൾ നവോത്ഥാനത്തിന്റെ നൂറ്റാണ്ട്, അന്ന് ഞാൻ പറഞ്ഞിരുന്നു പതനത്തിന്റെയും. ഒരു നൂറ്റാണ്ട് പൂർത്തിയായാൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത്തു ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഞാൻ ശരിക്കും നിങ്ങളോട് പറഞ്ഞുതരാം, ഈ ആയത്ത് ഇറങ്ങുമ്പോൾ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടില്ല, 10 കൊല്ലം പോലും കഴിഞ്ഞിട്ടില്ല. വിശ്വാസി ജനത ഒരു കൊല്ലം തികയുന്നതിന് മുമ്പ് ഈ അവസ്ഥ പ്രാപിച്ചു എന്നാണ് ഈ ഖുർആന്റെ വചനം. ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആക്കാൻ, എല്ലാവരും ബുദ്ധിയുള്ളവരാണ്, ഇരിക്കണ സദസ്സ് നല്ലൊരു സദസ്സാണ്. മൂസാ നബി അലൈഹിസ്സലാം തൗറാത്തിന്റെ ഏട് വാങ്ങാൻ പോയിട്ട് 45 കൊല്ലം കഴിഞ്ഞിട്ടാ വന്ന്, ആണോ? അല്ല പിന്നെ എത്ര ദിവസം ഉണ്ടായി? എത്ര ദിവസം? 40 ദിവസം. അതിൻ്റെ ഇടയ്ക്ക് ഒരു ടീം പശുവിനെ ആരാധിച്ചോ? ഇന്നത്തെ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ ആരാധിക്കുന്ന പച്ച പശുവിനെ, കറവ പശുവിനെ ആരാധിച്ചോ? അല്ലേ? ഒരു നബി നോക്കി നിൽക്കേണ്ടായില്ലേ? അതിനൊരു നൂറ്റാണ്ട് വേണ്ടി എന്നോ? ഒരു നൂറ്റാണ്ടിനിടയിൽ ഒന്നും സംഭവിക്കൂല എന്ന വിവരക്കേട് ആരെ നമ്മൾ പഠിപ്പിച്ചത് സുഹൃത്തുക്കളെ? ഞാൻ ലളിതമായി പറയാം നിങ്ങൾക്ക്. 12 കൊല്ലം മുമ്പ് ആ ഹദീസ് ബുഖാരിയിലുള്ളത് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മുജാഹിദ് ബുഖാരിയിലുണ്ടോ? എന്നാ അത് പ്രശ്നമില്ല, അയാൾക്ക് സ്വീകാര്യം. ഇപ്പൊ എന്താ ചോദ്യം? ഇപ്പൊ എന്താ വർത്താനോ? ബുഖാരിയിലല്ലേന്ന്. മനസ്സിലായി നിങ്ങൾക്ക്? 12 കൊല്ലത്തിനുള്ളിൽ സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് എന്താ ഉണ്ടായത്? ബുഖാരിയിലല്ലേ, മുസ്ലിമിലല്ലേ? ബുഖാരിയിലുണ്ട്, ബുഖാരിയിലല്ലേ ഉണ്ടോ? അപ്പം നവോത്ഥാനം ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക്? 2 മണിക്കൂർ പ്രസംഗിച്ച പോയിന്റ് ഇപ്പൊ കിട്ടിയോ? ഇനി ആ ഭാഗം ഒഴിവായി കഴിഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. ശരിക്കും ചിന്തിച്ചോളി. ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിക്ക് മനസ്സ് തട്ടി ശരിക്ക് പഠിച്ചോളി. വിശുദ്ധ ഖുർആൻ പൂർവ്വവേദത്തെ ശരിവെച്ചു. ശരിയല്ലേ? പൂർവ്വവേദ ഗ്രന്ഥങ്ങളെ എല്ലാം ശരിവെച്ചു. ലാ നുഫർരിക് ബൈന അഹദിൻ മിൻഹും വനഹ്നു ലഹു മുസ്ലിമൂൻ. സൂറത്ത് ബഖറ. സൂറത്ത് ബഖറയിലെ 84, 83, 84, 85 വചനങ്ങൾ. 84-ാമത്തെ വചനത്തിൽ പറയുന്നത് ആമന്നാ ഉൻസില ഇലൈന, ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടവും നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടവും ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? വിശ്വസിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. വേറെ ഒരു ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാം അധ്യായം 46-ാമത്തെ വചനത്തിൽ പറയുന്നത് ആമന്നാ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. സൂറത്ത് അങ്കബൂത്തിലെ 46-ാമത്തെ വചനം. വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ ഇല്ലല്ലദീന ളലമു മിൻഹും. അവിടെ പറയുന്നത് അല്ലയോ വേദക്കാരുമായി നിങ്ങൾ സംവാദത്തിൽ ഏർപ്പെടണം. സ്നേഹപരമായ, മാന്യതയുടെ, സൗഹാർദ്ദത്തിന്റെ, ആശയപരമായ വിയോജിപ്പുകളുടെ ലോകത്ത് നിന്നുകൊണ്ട്, ഭൂമികയിൽ നിന്നുകൊണ്ട് സ്നേഹപരമായ സംവാദത്തിൽ നിങ്ങൾ ഏർപ്പെടണം. എന്നിട്ട് നിങ്ങൾ അവരോട് പറയണം. എന്താ പറയേണ്ടത്? ആമന്നാ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും. നിങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങളിലേക്ക് ഇറക്കപ്പെട്ടതിലും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. വ ഇലാഹുനാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. നിങ്ങളുടെ ആരാധ്യനും ഞങ്ങളുടെ ആരാധ്യനും ഏകനാണ് എന്ന കാര്യത്തിലേക്ക്. അപ്പം വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട കാലഘട്ടത്തിൽ പ്രവാചകനും അനുചരന്മാരും അവരോട് പറഞ്ഞിട്ടുള്ള കാര്യം ആമന്നാ ഉൻസില ഇലൈനാ വ ഉൻസില ഇലൈക്കും വ ഇലാഹുനാ ഇലാഹും ഇലാഹും വാഹിദ്. ഈ തത്വം വേദക്കാരായ, നിങ്ങൾക്കറിയാം സൂറത്ത് കഹ്ഫിലെ 18-ാം അധ്യായത്തിലെ 5-ാമത്തെ വചനം എന്താ? വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. വയുൻദിറല്ലദീന ഖാലു തഖദല്ലാഹു വലദ. എന്താ ഇതിനർത്ഥം? ഈ വേദഗ്രന്ഥം അവതരിപ്പിച്ചത് അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്നവർക്ക് താക്കീത് നൽകാൻ വേണ്ടിയാണ്.
വെള്ളിയാഴ്ച നമ്മൾ ഓതുന്ന വിശുദ്ധ ഖുർആനിൽ വയുന്ദിറല്ലദീന, ഇതുകൊണ്ട് നീ അവരെ താക്കീത് ചെയ്യാനാണ്. കാലുത്തഖദല്ലാഹു വലദാ, എന്താ അതിന്റെ അർത്ഥം? അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് വാദിക്കുന്ന ക്രൈസ്തവർക്ക് താക്കീത് നൽകാൻ. അപ്പൊ ആ പണി ഇവിടെ നടക്കണം എന്ന്. ഏയ് തൗറാത്ത്, ഇഞ്ചീല്, സബൂർ, പൂർവ്വവേദങ്ങൾ, ഈ വേദങ്ങളൊക്കെ എന്തായിരുന്നു? അള്ളാഹ് അവതരിപ്പിച്ചതായിരുന്നു. അതിന്റെ ഒറിജിനാലിറ്റിയിൽ, അതിന്റെ അസിലിൽ അതിലെന്തുണ്ടായിരുന്നു? മാർഗദർശനമുണ്ടായിരുന്നു, അതിൽ പ്രകാശമുണ്ടായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ആ വേദഗ്രന്ഥത്തിൽ ശുദ്ധമായ ഏകദൈവാരാധന അവരെ പ്രവാചകന്മാർ പഠിപ്പിച്ചിരുന്നു. അല്ലാഹു പറയുന്നത് തൗറാത്ത് കൊണ്ട്, ഇഞ്ചീൽ കൊണ്ട് പ്രവാചകന്മാർ വിധിച്ചു. അവരുടെ കാലശേഷം ഭക്തന്മാരായ ആളുകളും പണ്ഡിതന്മാരും ആ വേദമനുസരിച്ച് വിധിച്ചു. പിൽക്കാലത്ത് അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കാത്ത ഒരു സമൂഹം വന്നു. അവിടെ അള്ളാഹു സൂറത്ത് മാഇദയിൽ പറഞ്ഞു, ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ളാലിമൂൻ ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. മൂന്ന് വിധത്തിൽ ഒരേ കാര്യം. ഫമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു അവതരിപ്പിച്ചത് കൊണ്ട് ആർ വിധിക്കുന്നില്ലയോ അവർ കാഫിറുകളാണ്. അതേ കാര്യം വീണ്ടും പറയണമെന്ന് വേറൊരു രൂപത്തിൽ. ആരല്ലാഹു വിധിച്ചതുകൊണ്ട്, ആരല്ലാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കുന്നില്ലയോ അവൻ ഫാസിക്കാണ്, അവൻ ലാലിമാണ്. എന്താ അങ്ങനെ മൂന്ന് രൂപം വരാൻ? ഒരു ഭാഗത്ത് പറഞ്ഞു ആരല്ലാഹു അവതരിപ്പിച്ചത് കൊണ്ട് വിധിക്കുന്നില്ലയോ അവൻ കാഫിറാണ് എന്ന് പറഞ്ഞു. വേറെ ഒരു ഭാഗത്ത് പറഞ്ഞു ആരല്ലാഹു ഇറക്കിയത് കൊണ്ട് വിധിക്കുന്നില്ലയോ അവൻ ലാലിമാണെന്നും. കുറച്ച് വിശദീകരണം അറിയിക്കുന്ന ഒരു ഭാഗമാണ്. ഞാൻ ആ മേഖല പ്രത്യേകമായി ടച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവ്വവേദഗ്രന്ഥങ്ങൾ, അതായത് വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഖുർആനിലെ 35-ാം അധ്യായം 24-ാമത്തെ വചനമാണ്. അവിടെ അള്ളാഹു പറയുന്നത് താക്കീത് നൽകാത്ത ഒരു പ്രവാചകൻ, ഒരു സമൂഹത്തെയും, ഒരു പ്രവാചകൻ വരാതെ, താക്കീതുകാരനില്ലാതെ ഒരു സമൂഹത്തെയും നാം വിട്ടിട്ടില്ല. വലിക്കുല്ലി ഖൗമിൻ ഹാദ്, സൂറത്ത് റഅദ് 13-ാം അധ്യായം 7-ാമത്തെ വചനം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂല അൻ അബ്ദുല്ലാഹ് വജ്തനിബുത് താഗൂത്ത്, ഖുർആനിലെ 25-ാം അധ്യായം 36-ാമത്തെ വചനം. ഇതിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എവിടെയൊക്കെ ജനപദമുണ്ടായിട്ടുണ്ടോ, ജനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അവിടെയെല്ലാം അല്ലാഹു പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാഉ വയഹ്ദി മൻ യശാ, സൂറത്ത് ഇബ്രാഹിം 14-ാം അധ്യായം 4-ാമത്തെ വചനം. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി ലിയുബയ്യിന ലഹും ഫയുളില്ലുല്ലാഹു മൻ യശാ വയഹ്ദി മൻ യശാ. ആ ആയത്ത് ഗൗരവമായി പഠിക്കേണ്ട ഒരു ആയത്താണ്. വമാ അർസൽനാ മിർ റസൂലിൻ, ഒരു റസൂലിനെയും നാം അയച്ചിട്ടില്ല, ഇല്ലാ ബിലിസാനി ഖൗമിഹി, ഖൗമിന്റെ ഭാഷ ഏതോ ആ ഭാഷ സംസാരിക്കുന്നവരായിട്ടല്ലാതെ. നാട്ടുകാരെ ഭാഷ ഏതാണോ ആ ഭാഷയിലാണ് പ്രവാചകന്മാര് സംസാരിച്ചിട്ടുള്ളത് എന്നർത്ഥം. മനസ്സിലായി നിങ്ങൾക്ക്? അതവർക്ക് കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ ഒരു 4 പ്രവാചകന്മാരെങ്ങനെയാണ് എൻ്റെ ഓർമ്മയിൽ, ചരിത്രത്തിൽ അറബി ഭാഷ സംസാരിച്ചവർ. അറബി ഭാഷയിൽ അള്ളാഹു അയച്ച പ്രവാചകന്മാർ, അറബികളിലേക്ക് ഒരു 3-4 പ്രവാചകന്മാർ. അപ്പൊ 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങളിൽ മഹാഭൂരിപക്ഷ പ്രവാചകന്മാർ ആരാണ്? അനറബികളാണ്, അരമായ ഭാഷയിൽ സംസാരിച്ചവരാണ്. അല്ലേ? ഷമ്മ ഇസ്രായില അഡോണ എലോഹിൻ അഡോണയഹ്, അത് ഹീബ്രു ഭാഷയിലാണ്. ഹീബ്രു ഭാഷയിലാണ്. ഞാൻ പറയുന്നത് നമ്മൾ വളരെ ഗൗരവമായി ഓരോ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ അതത് ജനതകളിലേക്ക് അവരുടെ ഭാഷകളിൽ നിയോഗിക്കപ്പെട്ടു. ആ ഭാഷകളിൽ അവർ ജനങ്ങൾക്കിടയിൽ ദഅവത്ത് നടത്തി. ഖുർആനിലെ 88-ാം അധ്യായത്തിൽ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയാണ്, സുഹുഫി ഇബ്രാഹിം വ മൂസ, ഇബ്രാഹിം നബിയുടെയും മൂസാ നബിയുടെയും ഏടുകളിൽ അതുണ്ട്. അപ്പൊ ഇബ്രാഹിം നബിക്ക് ഏട് നൽകി എന്നർത്ഥം. പേര് പറഞ്ഞില്ല, വേദഗ്രന്ഥം എന്താന്ന് പറഞ്ഞില്ല. ഒരുപാട് നബിമാർക്ക് നാം ഗ്രന്ഥം നൽകി എന്ന് പറയുന്നു, അല്ലേ? ഈസാ നബി അലൈഹിസ്സലാം
എഴുതിയിട്ടില്ല. ഒരു വാചകം മാത്രം യോഹന്നാൻ സുവിശേഷത്തിലെ 8-ാം അധ്യായത്തിൽ കാണാം, ഈസാ നബി മണൽത്തിട്ടയിൽ വിരലുകൊണ്ട് എന്തോ എഴുതി. എന്തായിരുന്നു എന്ന് പോലും അറിയില്ല. ഈസാ നബി അലൈഹിസ്സലാം യോഹന്നാൻ സുവിശേഷത്തിന്റെ 8-ാം അധ്യായത്തിൽ കാണാം, വിരലുകൊണ്ട് മണൽത്തിട്ടയിൽ എഴുതി. അതെന്തായിരുന്നു എന്ന് പോലും ക്രൈസ്തവ ലോകത്തിന് അറിയില്ല. അത് മാത്രമാണ് അദ്ദേഹം എഴുതിയതായി ബൈബിൾ എന്ന് പറയും, യോഹന്നാൻ സുവിശേഷത്ത് പറയും. ഈസാ നബി അലൈഹിസ്സലാമിന് മുഹമ്മദ് നബിക്ക് നൽകിയതുപോലെ ദിവ്യബോധനം നൽകുകയായിരുന്നു എന്നാണ് ലോകത്തിലെ പ്രഗത്ഭമായ പഠനങ്ങളെല്ലാം നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. മാത്രമല്ല ഖുർആന്റെ വചനവും അങ്ങനെ തന്നെ കാണാം. ഈസാ നബി അലൈഹിസ്സലാമിന് അള്ളാഹു ദിവ്യബോധനം നൽകി. അത് അതത് ഘട്ടത്തിൽ റസൂലുള്ള വിശദീകരിച്ചെടുത്ത പോലെ അവർക്ക് വിശദീകരിച്ചു കൊടുത്തു. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം ഗലീലിയായിൽ വന്ന് യേശുക്രിസ്തു ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു എന്ന് ബൈബിൾ പറയും. വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. സ്നാപക യോഹന്നാൻ ബന്ധനസ്ഥനായതിനു ശേഷം യേശുക്രിസ്തു ഗലീലിയായിൽ വന്ന് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ദിവ്യ വെളിപാടുകൾ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സൂറത്ത് മായിദ സ്റ്റഡി എന്നുള്ളതിലേക്ക് പറയാണ്. സൂറത്ത് മായിദയിലെ 5-ാം അധ്യായത്തിൽ 116, 117 വാചകങ്ങൾ നോക്കിയാൽ മതി. അത് നമ്മൾ എന്താ പറയുക, പരലോകത്ത് ഈസാ നബീനോട് അള്ളാഹു ചോദിക്കുന്ന ചോദ്യമാണ്. അതല്ല ഈസാ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിനോട് റബ്ബുകളാക്കിക്കൊള്ളി എന്ന് പറഞ്ഞത് നീയാണോ? യേശുക്രിസ്തുവിനോടുള്ള ചോദ്യം. അതല്ല ഈസാ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ റബ്ബുകളാക്കിക്കൊള്ളൂ എന്ന് അവരോട് പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. അതിന് ഈസാ നബി നൽകുന്ന മറുപടി, അള്ളാഹുവേ, എനിക്ക് പറയാൻ പാടില്ലാത്തത് ഞാൻ പറയുകയില്ലല്ലോ, എനിക്ക് അവകാശമില്ലാത്തത് എനിക്ക് പറയാൻ പാടില്ലല്ലോ. ഞാൻ അവരോട് പറഞ്ഞത് എന്താണ്? ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. 23-ാം അധ്യായം 50-ാമത്തെ വചനാണോ 51-ാമത്തെ വചനാണോ? ചെറിയൊരു കൺഫ്യൂഷൻ. ഇന്നല്ലാഹ, അവിടെ പറയുന്നത് എന്റെ റബ്ബും നിങ്ങളുടെ റബ്ബും ഏകനാണ് എന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29 പ്രകടമാണത്. ഇസ്രായേലേ കേൾക്കാൻ, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. കണ്ടോ? എന്തിനാ ബൈബിൾ ഉദ്ധരിക്കുന്നത്? ഖുർആൻ പറയുന്നു യേശുക്രിസ്തു. ശരിക്കും കേട്ടോളൂ. ചില ആളുകൾ ചോദിക്കും ബൈബിൾ ഉദ്ധരിക്കാൻ പാടുണ്ടോ എന്ന്. ചില ആളുകൾ ചോദിക്കും വേദങ്ങൾ ഉദ്ധരിക്കാൻ പാടുണ്ടോ എന്ന്. എന്തിനാ വേദം ഉദ്ധരിക്കുന്നത്? എന്തിനാ വേദം ഉദ്ധരിക്കുന്നത്? ക്രൈസ്തവത സ്ഥാപിക്കാനാ? ജൂതമതം സ്ഥാപിക്കാനാണോ? ഇസ്ലാം അതാണ് ശരി. ഖുർആൻ പറയുന്നു ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മായിദയിൽ അള്ളാഹു പറയാണ്, ഈസാ നബി അലൈഹിസ്സലാമിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എന്താ? പിന്നെ ഈസാ, നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ ഇലാഹാക്കാൻ, റബ്ബാക്കാൻ നീയാണോ അവരോട് കൽപ്പിച്ചത് എന്ന് ചോദിക്കുന്ന വാചകമുണ്ട്. എല്ലാവർക്കും അറിയാം. ഞാൻ ആ വാചകം നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരാം. ഖുർആനിലെ 116, 117 വാചകങ്ങളിൽ അത് പറയും. അള്ളാഹു ചോദിക്കുകയാണ്, എന്താ? വൈദ്കാലല്ലാഹു യാ ഈസ ഇബ്നു മറിയം അൻത ഖുൽത ലിന്നാസി. അതായത് അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകൻ ഈസ, അള്ളാഹുവിന് പുറമെ എന്നെയും എന്റെ മാതാവിനെയും ദൈവങ്ങളാക്കിക്കൊള്ളുവീൻ എന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? ഈസാ, നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹുവിന് പുറമെ റബ്ബാക്കിക്കോളൂ എന്ന് നീയാണോ അവരോട് പറഞ്ഞത് എന്നൊരു ചോദ്യമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഒരു ശ്രദ്ധ ക്ഷണിക്കേണ്ട ഒരു പ്രധാന പോയിന്റിലേക്ക്. എന്നിട്ട് പറയാണ്, ഈസാ നബി പറയാണ്, അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ അള്ളാഹുവേ, നീ എത്ര പരിശുദ്ധനാണ്. എനിക്ക് പറയാൻ യാതൊരു അവകാശവുമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? മനുഷ്യനെ ആരാധിക്കണം, സൃഷ്ടാവിനെ ആരാധിക്കാനാണല്ലോ സൃഷ്ടിയെ പഠിച്ചത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, സൃഷ്ടാവിനെ ആരാധിക്കാനാണല്ലോ. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ മാ ഉരീദു മിൻഹും മിർ റിസ്കിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. സൂറത്ത് അദ്ദാരിയാത്ത് 51, 52. അപ്പൊ ഞാൻ പറയോ, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്, എനിക്കത് പറയാൻ പാടില്ലല്ലോ, അങ്ങനെ അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാൻ അത് പറഞ്ഞിരുന്നുവെങ്കിൽ
തീർച്ചയായും നീ അതറിയും. എന്റെ മനസ്സിലുള്ളത് നീ അറിയും. നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല. നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയുന്നില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നത്. എന്നിട്ട് പറയുന്നു, മാ ഖുൽതു ലഹും ഇല്ലാ മാ അമർതനീ ബിഹി. പടച്ചോനെ, നീ എന്നോട് കൽപ്പിച്ച കാര്യം, അഥവാ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവെ ആരാധിക്കണമെന്ന കാര്യം മാത്രമാണ് ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരുടെ നിരീക്ഷകൻ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. ഈ വാചകം വായിക്കുമ്പോൾ അത്ഭുതകരമായ, ഈ അടുത്ത് കത്തോലിക്ക സഭയിലെ ഒരു പെൺകുട്ടി ഇസ്ലാം സ്വീകരിച്ചു. ഈ ഒരൊറ്റ കാരണം കൊണ്ട്. ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ഞാൻ ആ സഹോദരിക്ക് പറഞ്ഞു കൊടുത്തു, കുട്ടി നീ ഒന്ന് ആലോചിച്ചു നോക്ക്, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-22 പറയുന്ന കാര്യവും ഖുർആനിൽ പറയുന്ന കാര്യവും നീ ഒന്ന് മുന്നിൽ വെച്ച് ചിന്തിക്ക്. ഖുർആൻ എന്താ പറയുന്നത്? യേശുക്രിസ്തുവിനെ മഹ്ശറയിൽ വിചാരണ ചെയ്യും. നീയാണോ? ഇത് സഹോദരിമാരൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. ക്രൈസ്തവ ലോകത്തോടെ ജീവിക്കും. നമുക്ക് ചിലപ്പോൾ ക്രിസ്ത്യാനി കുടുംബത്തിൽപ്പെട്ട അധ്യാപകന്റെ കൂടെ നമ്മൾ ജോലി ഉണ്ടാവും. ക്രിസ്ത്യാനി കുടുംബത്തിൽപ്പെട്ടവർ നമുക്ക് അയൽവാസികളുണ്ടാവും. പ്രവാസി ജീവിതത്തിൽ നമ്മുടെ റൂമിൽ ക്രിസ്ത്യാനികൾ താമസിച്ചിട്ടുണ്ടാവും. ഹോസ്പിറ്റലിൽ 4-5 ദിവസം ഒന്നിച്ച് നിന്നപ്പോൾ ഐസുവിന്റെ മുമ്പിൽ നിന്നപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു ക്രിസ്ത്യാനിയെ ആയിരിക്കും, അല്ലേ? അങ്ങനൊക്കെയുള്ള ജീവിത രംഗത്ത് ഈ സംഭവം ഒന്ന് പഠിക്ക്. അതായത് അള്ളാഹ് ചോദിക്കാണ്, ഈസാ നീയാണോ നിന്നെയും നിന്റെ മാതാവിനെയും അള്ളാഹിനൊക്കെ പുറമെ ഇലാഹാക്കണം എന്ന് പറഞ്ഞത്, ആരാധിക്കണം എന്ന് പറഞ്ഞത്? അപ്പൊ പറയാണ്, പടച്ചോനെ നീ എത്ര പരിശുദ്ധനാണ്, നീ എത്ര പരിശുദ്ധനാണ്, എനിക്ക് പറയാൻ അവകാശമില്ലാത്ത ഞാൻ പറയാവതല്ലോ നാഥ. ഞാൻ അത് പറഞ്ഞിട്ടില്ല എന്ന് നിനക്കറിയാം. എന്റെ മനസ്സ് നീ അറിയുന്നു, നിന്റെ മനസ്സ് ഞാൻ അറിയുന്നില്ല. ഞാൻ അവർക്കിടയിൽ ജീവിച്ചപ്പോ ഞാൻ അവരോട് എന്താ പറഞ്ഞ്? എനിക്ക് കേട്ടോളിട്ടോ. ബൈബിളിലെ വാചകം ഉദ്ധരിക്കണോ ഉദ്ധരിക്കണ്ടേ എന്നുള്ള കൺഫ്യൂഷനും, അത് ഉദ്ധരിക്കുന്നവർ പഴച്ചോലാണെന്നും കുഫറിലാണെന്നും പറയുന്ന ആളുകൾ വല്ല സൂക്കേടും പിടിപെട്ടോലുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണേ. എന്താ ഇവിടുത്തെ വാചകം? ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോ ഞാൻ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയാം. ആ പറഞ്ഞത് എവിടെ? ഈ ആയത്ത് മുസ്ലിങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്ത്യാനികൾക്ക് തെളിവാകുമോ? ഈ ആയത്ത് ബൈബിളിലുണ്ട് എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികൾക്ക് തെളിവാകുമല്ലേ? ഓന് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലാക്കാൻ നോക്കിയത് ഖുർആനല്ല പറയുന്നത്. എന്റെ ബൈബിളിൽ ഉദയ വാചകമുണ്ട്, യേശുക്രിസ്തു എന്നെ ഒഴിവാക്കുന്നു. ജോർജെ, സാറാമേ, ഏലിയാമേ പരലോകത്തെത്തുമ്പോ യേശുക്രിസ്തു നിന്നെ കയ്യൊയ്യും എന്ന് ഖുർആനിൽ മാത്രമല്ല ഉള്ളത്. അത് നിങ്ങളെ ഖുർആനിലല്ലേ, ഞങ്ങളെ ബൈബിളിലില്ല. ഞങ്ങളെ യേശുക്രിസ്തു പഠിപ്പിച്ച ഇതാന്ന് പറഞ്ഞാൽ ഓനോട് എന്താ പറയാ? ഞാനിങ്ങനെ ML പോയി പഠിച്ചാന്നോ? എന്താ പറയാ എന്റെ സുഹൃത്തുക്കളെ? ഞാൻ ഈ വിവരക്കേട് ML പോയി പഠിച്ചാന്നോ? ഈ ആയത്ത് വിശദീകരിക്കുന്ന ഒരു ബൈബിൾ വാചകമുണ്ട്. ബൈബിളില് ഈസാ നബി ഇവിടെ എന്താ പറഞ്ഞത്? പടച്ചോനെ, ഞാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നപ്പോ ഞാൻ ഓലെ പഠിപ്പിച്ച് നിന്നെ മാത്രം ആരാധിക്കാനാണ്. ശരി, അതാണോ എന്ന് തെളിയിക്കുന്ന വല്ല വാചകവും ബൈബിളിലുണ്ടോ? ഉണ്ടെങ്കിൽ ആ വാചകം ഉദ്ധരിച്ച് ക്രിസ്ത്യാനികളോട് ഈ പണി ഒഴിവാക്കി ഇസ്ലാം പറയുന്നത് കേട്ട് മുസ്ലിം ആയിക്കൊന്ന അത് എടുക്കാൻ പാടില്ല. ഓനാരാ? നിങ്ങൾ ചിന്തിച്ച്, അങ്ങനെ പറയുന്നവൻ ആരാ? അങ്ങനെ ഒരു വാചകം ഉദ്ധരിച്ച് ഒരു ക്രിസ്ത്യാനെ പടച്ചോൻ പഠിപ്പിച്ചാണ് ശരിയെന്ന് പഠിപ്പിക്കൽ പാടില്ല എന്ന് പറയുന്നവൻ ശരിക്ക് നിങ്ങൾക്ക് പറയാൻ ധൈര്യക്കുറവുണ്ട്, എനിക്ക് പറയാൻ ധൈര്യക്കുറവൊന്നുമില്ല. അള്ളാന്റെ ദീനിന്റെ ശത്രുവാണ് ഓൻ. ഓൻ ചിലപ്പോൾ തല മറച്ചിട്ടുണ്ടാവും, താടി നീട്ടിയിട്ടുണ്ടാവും, നരിയാന്റെ മുകളിൽ തുണി എടുത്തിട്ടുണ്ടാവും. ഓൻ അള്ളാന്റെ ശത്രുവാണ്. ഓൻ മലിക്കുൽ ജബ്ബാറായ റബ്ബിന്റെ ദീനിന്റെ ശത്രുവാണ്. ഓൻ ഇവിടുത്തെ ഇസ്ലാമിക ശത്രുക്കളുടെ അജണ്ട ഓൻ അറിഞ്ഞാലില്ലെങ്കിലും നടപ്പാക്കണം ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഈ വാചകം ഞാൻ ഒന്നുകൂടി വായിച്ച് കൽപ്പിച്ച് നിങ്ങൾ ചിന്തിക്ക്. എന്താ പറയണത്? ഈസാ, അതല്ല ഈസാ, നിന്നെയും നിന്റെ മാതാവിനെയും ആരാധിക്കാൻ നീ പഠിപ്പിച്ചായിരുന്നോ? എന്തിനാ അല്ല ഇത് നേരത്തെ കാലത്തെ പറഞ്ഞെന്ന്? ഈ ഒരു ഭാഗത്ത് വയുന്ദിറല്ലദീന കാലുത്തഖദല്ലാഹു വലദാന്ന് അല്ല പറയാ, ഒരു ഭാഗത്ത് അല്ല പറയാ, മറുഭാഗത്ത് അല്ല ക്രൈസ്തവ ലോകത്തെ യേശുക്രിസ്തു തള്ളിക്കളയുന്നുള്ള ആശയം പറയാ. എന്നിട്ട് പറയാ, പടച്ചോനെ നീ പരിശുദ്ധനാണ്, എനിക്ക് അവകാശമില്ലാത്ത ഞാൻ പറയാൻ പാടില്ലല്ലോ, എനിക്ക് അവകാശമില്ലാത്ത ഞാൻ പറയാൻ പാടില്ലല്ലോ. അല്ലാഹുവേ, ഞാൻ അവരിൽ സാക്ഷ്യം വഹിച്ചപ്പോ നിന്നെ മാത്രമാണ് ഞാൻ ആരാധിക്കാൻ പറഞ്ഞത് എന്ന് നിനക്കറിയാം. എന്റെ മനസ്സെന്തായിരുന്നു എന്ന് നിനക്കറിയാം. ഞാൻ ഒരിക്കൽ പോലും എന്നെ ആരാധിക്കാന്നോ എന്നെ പുത്രനാക്കാന്നോ എന്നെ ആരാധിക്കുന്ന ചുറ്റുവട്ടുണ്ടാക്കാൻ ഞാൻ ഒരിക്കൽ പോലും ആലോചിച്ചിട്ടില്ല എന്ന് അല്ലാഹ് നിനക്കറിയില്ലേ? നിന്റെ മനസ്സിലുള്ള എനിക്കറിയില്ല. പിന്നെ റബ്ബേ, നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോ ഞാനല്ലല്ലോ അവരുടെ സാക്ഷി, അവർ ചെയ്ത തിന്മകളെല്ലാം നീ സാക്ഷ്യം വഹിച്ചതാണല്ലോ.
അതിന്റെ പേരിൽ നീ എന്നെ ശിക്ഷിക്കരുത്. ഇനി ഇതേ വാചകം ബൈബിളിൽ കണ്ടെങ്കക്ക്, ഇതേ വാചകം ഒരു ക്രിസ്ത്യാനിക്കട് വായിച്ചു കൊടുത്തു, ഓൻ ഷാത്ത് കലിമ ചെല്ലുകയാണ്. ഓൻ ക്രിസ്ത്യാനിയായി ഉറച്ചിക്കല്ല, ഓൻ ക്രിസ്തു മതം വിട്ട് ഷാത്ത് കലിമ ചെല്ലി. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഓൻ ഷാത്ത് കലിമ ചെല്ലി ഇസ്ലാമായി, ഓൻ്റെ ഇസ്ലാം സ്വീകരണം ശരിയോ തെറ്റോ? ബൈബിൾ ഉദ്ധരിക്കാൻ പാടില്ല, വേദം ഉദ്ധരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ഖുർആൻ മാത്രം ഓതിയാൽ മതി എന്നാണ് എങ്കിൽ ഈ വാചകം കേട്ട് ഷാത്ത് കലിമ ചെല്ലുകൊണ്ട് ഇസ്ലാം സ്വീകാര്യാണോ അല്ലേ? ഇങ്ങനെ ഇസ്ലാം സ്വീകരിച്ച കുറെ ആളുണ്ടല്ലോ. അഹമ്മദ് ദീദാത്തിന്റെ ജാക്കിർ നായിക്കിന്റെ ഒക്കെ പ്രസംഗം കേട്ടിട്ട് ഇസ്ലാം സ്വീകരിച്ച കുറെ ആളുണ്ടല്ലോ. ഓലെ ഇസ്ലാം അള്ളാഹ് സ്വീകരിക്കുമല്ലേ? ഹറാം കൊണ്ടൊരു വീട് സമ്പാദിച്ച ആ വീട് അള്ളാഹ് അനുവദിക്കൂലേ? ചിന്തിക്ക്. ഇസ്ലാം പാടില്ല എന്നൊരു സംഗതിന്റെ പേരിലാണോ ഇസ്ലാം ആയത്? ആ ഉദ്ധരിച്ചതിന്റെ പേരിൽ ആ ഇസ്ലാം സ്വീകരണം ശരിയോ തെറ്റോ? കുറച്ച് പ്രശ്നം ഉണ്ട് കേട്ടോ അതിലൊക്കെ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഈ ആളുകളൊക്കെ നമ്മളൊന്ന് തിരിച്ചറിയാം. ഞാൻ നിങ്ങളോട് ഒന്നുകൂടി മനസ്സ് തട്ടി പറഞ്ഞുതരാം. ബിംബാരാധന നടത്തണമെന്ന് ഇവിടെ എഴുതുന്ന ആരാ? മുസ്ലിം നാമധാരികളല്ലേ? നിലവിളക്ക് കൊളുത്തിയ എന്താ കുഴപ്പം? ഹിന്ദുക്കളെക്കാൾ കൂടുതൽ ചോദിക്കുന്ന ഇവിടുത്തെ മുസ്ലിങ്ങളല്ലേ? അല്ലേ? മതസംഘടനകളുടെ പ്രസിഡന്റ് സെക്രട്ടറി അല്ലേ? ചെങ്ങായിമാരെ? അപ്പോ ഇനി ബൈബിളിലെ വാചകം ശ്രദ്ധിച്ചോളി. ഇപ്പൊ ഈ വാചകം ഞാൻ 3 തവണ പറഞ്ഞു, നിങ്ങളെ മനസ്സിലില്ലേ? നിങ്ങളെ മനസ്സിൽ കറിയില്ലേ? ഇനി ഈസാ നബി പരലോകത്ത് ഇതുപോലെ പറയുന്ന ബൈബിളിലുണ്ടെങ്കിലോ? ക്രിസ്ത്യാനിയുടെ കാര്യം മഹാകഷ്ടല്ലേ? യേശുക്രിസ്തുവിന്റെ അടുത്ത് പള്ളിയിൽ അച്ഛന്മാര് ലോഹയും ധരിച്ച് അരപ്പട്ടയും കെട്ടി വരുമ്പോ യേശുക്രിസ്തു പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമല്ല, പോയിക്കോളീൻ. ദുഷ്ടജനങ്ങളെ മാറിപ്പോ, നിങ്ങളുമായി എനിക്കൊരു ബന്ധവുമില്ല, ഞാൻ പഠിപ്പിച്ച അല്ല നിങ്ങൾ ചെയ്തതെന്ന് ബൈബിളില്. അള്ളാന്റെ വചനമല്ലാത്ത യോഹന്നാന്റെയും മാർക്കോസിന്റെയും വചനം ഉൾക്കൊള്ളുന്ന ബൈബിളിൽ, മനുഷ്യനിർമ്മിത ഗ്രന്ഥത്തിൽ പടച്ചോന്റെ വാചകം. ഇനി ഒന്നുകൂടി നിങ്ങൾ പഠിച്ചോളൂ. ഞാൻ നിങ്ങൾക്ക് ആ ആയത്തൊക്കെ പറഞ്ഞുതരാം. ആ ആയത്തുകളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് സൂറത്ത് മായിദയിലെ 40 മുതൽ 68 വരെയുള്ള വചനം, ഈ വിഷയം മാത്രമാണുള്ള ചർച്ച ചെയ്യുന്നത്. ആ വിഷയങ്ങളൊക്കെ ഞാൻ എൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാണ്. അവിടെ നിങ്ങൾ ബൈബിളിൽ ഒരു വാചകം കേട്ടോളൂ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21, 22, 23 വാചകം. അതിൽ യേശുക്രിസ്തുവിന്റെ പറയാണ്, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്ന ഏവരുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഹിതം ചെയ്തവരത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് ആ നാളിൽ, ശരിക്കും ശ്രദ്ധിച്ചോളിട്ടോ, അടുത്ത വാചകാണ്. അന്ന് ആ നാളിൽ, ആ ന്യായവിധി നാളിൽ എന്റെ അടുത്ത് വന്ന് നിങ്ങൾ പറയും. ആര് പറയും? ഇന്ന് ലോകത്ത് മുഴുവനും ജീവിക്കുന്ന ക്രൈസ്തവർ പറയും. എന്തു പറയും? കർത്താവേ, യേശുക്രിസ്തുവിനോട് പറയും. എന്തു പറയും? യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വന്നിട്ട് പറയും. അന്ന് മാലിക് യൗമിദ്ദീനിൽ, ബൈബിൾ പറയാൻ, ആ ന്യായവിധി നാളിൽ എന്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറയും. എന്തു പറയും? കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പല അത്ഭുതങ്ങളും പ്രവർത്തിച്ചുവല്ലോ, ഭൂതപ്രേത പിശാചുക്കളെ ഞങ്ങൾ പുറത്താക്കിയല്ലോ, പല പല അത്ഭുതങ്ങളും ഞങ്ങൾ ചെയ്തല്ലോ, യേശുക്രിസ്തുവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തുവല്ലോ എന്ന് അന്നാളിൽ നിങ്ങൾ എന്നോട് പറയും. അന്ന് ഞാൻ നിങ്ങളോട് പറയും, എന്ത്? ദുഷ്ടജനങ്ങളെ മാറിപ്പോ, ഈ തത്വം ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, എനിക്ക് നിങ്ങളെ അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ മാറ്റി നിർത്തും. ഇനി ഞാൻ ആത്മാർത്ഥതയുള്ള മുവഹിദുകളാണ് ഇവിടെ ഇരിക്കണമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ജീവിതത്തിൽ ഒരിക്കലും മതം വയലേറിന് പൈസ ഉണ്ടാക്കാനുള്ളതാണ് എന്ന് വിശ്വസിച്ചിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങളോട്. നരകവും സ്വർഗവും സത്യമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. കോൺഗ്രസ് പ്രവർത്തിക്കുന്നവരുണ്ടാവും, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നവരുണ്ടാവും, CPM പ്രവർത്തിക്കുന്നവരുണ്ടാവും. അതിലൊക്കെ നമുക്ക് ക്രിസ്ത്യാനികളായ സുഹൃത്തുക്കളും മന്ത്രിമാരും MLA മാരും ഒക്കെ ഉണ്ടല്ലേ കേരളത്തിൽ? അല്ലേ? ഒരുപാട് ആളില്ലേ? ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ബൈബിൾ പ്രകാരം ഇന്നത്തെ ക്രിസ്ത്യാനിനെ യേശുക്രിസ്തു കയ്യൊയ്യുന്നു. ബൈബിളിലും എല്ലാ വേദത്തെയും പ്രൊട്ടക്ട് ചെയ്ത മുഹൈമിനായ ഖുർആനും പറയുന്ന എന്ത്? ക്രിസ്ത്യാനികളെ യേശുക്രിസ്തു കയ്യൊയ്യും. എങ്കിലും ഞങ്ങളോട് ചോദിക്കുക, നമുക്ക് സ്നേഹമുണ്ടോ? സ്നേഹം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടോ? കാരുണ്യം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ട്. ഒരാളോട് അത് ശ്രദ്ധിച്ചോട്ടോ, ഒരുത്തൻ സൈഡ് സ്റ്റാൻഡ് തട്ടാതെ വണ്ടി ഇങ്ങനെ പോവുകയാണ്. നല്ല രസമുള്ളൊരു 2 വീലർ, പുതിയ ഇറങ്ങിയ മോഡൽ. അപ്പം ഇങ്ങനെ 4 ആൾ നിന്നിട്ട് വർത്തമാനം, എന്ത് കളറില്ലേ, എന്താ ഇതിൻ്റെ കളറ്, എടാ അതിൻ്റെ പിടുത്തൊക്കെ നല്ല രസമുണ്ടല്ലേ,
എന്താടാ അതിൻ്റെ ബാക്കിൽ, എന്താ അങ്ങനെ? അപ്പോൾ ഒരു സാധു, ഒരു ഞെള്ളിക്കോട്ടി പോലത്തെ ഒരു മനുഷ്യൻ അപ്പുറത്ത് നിന്നിട്ട്, വണ്ടിയൊക്കെ നല്ല തന്നെ, സൈഡ് സ്റ്റാൻഡ് കെട്ടിയില്ല, വീണ് പല്ലുപ്പി പോവും. മോനെ അങ്ങ് തട്ടിക്കളി അറിഞ്ഞ് ഓനൊരു നിലയും വിലയും കൊടുത്തില്ല. വണ്ടിക്ക് അഭിപ്രായം പറഞ്ഞു ഒരു അവാർഡ്, സൈഡ് സ്റ്റാൻഡ് തട്ടിക്കളി പറഞ്ഞു ഓന് പുല്ല് വില. അല്ലേ നമ്മുടെ നാട്? മനസ്സിലായി നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഞാൻ പറഞ്ഞ മനസ്സിലായി. വണ്ടിയൊക്കെ നല്ല തന്നെ മോനെ, സൈഡ് സ്റ്റാൻഡ് തട്ടിക്കളി, ഇല്ലെങ്കിൽ വീണ് പല്ലുപ്പി പോകുന്നു. അത് പറഞ്ഞോണ്ടാണ് ശരിക്കും ഓനോട് സ്നേഹമുള്ളോ ആണല്ലോ. അല്ലാന്നോ? അല്ലാന്നോ? ഞങ്ങൾ അമ്പിടുവോ? ആണല്ലേ? അപ്പൊ നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി, ഇവിടെ വിഷയം എന്താണ്? ഇനി നിങ്ങൾ ഇതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കിയോ? നമ്മുടെ ചുറ്റുവട്ടത്തിൽ ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യാനികളെ യേശുക്രിസ്തു പരലോകത്ത് കയ്യൊയ്യും, പടച്ചോൻ കയ്യൊയ്യും എന്ന് തീർത്ത് ബൈബിൾ പ്രകാരവും ഖുർആൻ പ്രകാരവും പഠിച്ചിട്ട് ആ ബൈബിളിൻ്റെ കോപ്പി എടുത്തിട്ട് ആ ക്രിസ്ത്യാനികളെ വീട്ടിൽ ചെന്നിട്ട് ഈ 2 വചനവും മുന്നിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കി, ഈ 2 വചനവും ഇതെന്താണ് ജോർജെ? ഞാൻ ഇതേ ചോദ്യമാണ് ആ കുട്ടിനോട് ചോദിച്ചത്. ഉന്നത കുടുംബത്തിൽ പറഞ്ഞൊരു കുട്ടി പിന്നെ എന്നെ വിളിച്ചിട്ട് പറയണെന്തറിയോ? പിറ്റേന്ന് രാത്രി എനിക്ക് ഷാത്ത് കലിമ ചെല്ലണം, നിങ്ങൾ ചൊല്ലിത്തരുമല്ലേ എന്നാണ് ചോദിക്കും. നിങ്ങൾ ചൊല്ലിത്തരുമല്ലേ എന്ന്. ഈ വാചകം ഉദ്ധരിച്ച് പ്രസംഗിച്ച ആളുകളെ പറ്റി ഇപ്പോൾ ഒരു ടീം പറയുന്നെന്താ? എൻ്റെ ഇറച്ചി ഇന്നലാണല്ലോ പണി, റമദാനിൽ പോലും. ഈ സാധുവായി പറ്റുന്ന വിധത്തിലൊരു ക്ഷേത്രത്തിലൊക്കെ പോയി കുറച്ചെങ്കിലും ഒരു തൗഹീദ് പറഞ്ഞ് എൻ്റെ ഇറച്ചി തിന്നലാണല്ലോ ഇപ്പം എല്ലാവരെയും പണി. ഷബാബിൻ്റെ പണി, വിചിന്തനത്തിൻ്റെ പണി, ഇവിടുത്തെ ബാക്കിയുള്ളവരെ പണി, എല്ലാവരുടെ പണിയും. നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ സമൂഹം. അതായത് നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ ഇന്നലെ ഒരു ക്യാൻസർ രോഗിനെ ഞങ്ങളുടെ കുടുംബത്തിൽ ചെന്ന് കാണുകയാണ്. ക്യാൻസറിൻ്റെ 4 സ്റ്റേജും കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ട് നമ്മളൊക്കെ ഡിക്ലെയർ ചെയ്യുന്ന എന്താണ്? മരിച്ചു. 4 സ്റ്റേജും കഴിഞ്ഞ ഒരു ക്യാൻസർ രോഗി രക്ഷപ്പെടൽ അപൂർവമാണ്, മരിച്ചു പോവും. ഇതാരാ തീരുമാനിച്ചേ? നമ്മൾ തീരുമാനിച്ചേ? ഞാൻ അയാളരിച്ച് എന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പം അയാൾക്ക് എന്തെന്നില്ലാത്തൊരു ഉണർവ്. ഈ ഉണർവ് ദീൻ കൊണ്ടുണ്ടാവണാണ്, ഇസ്ലാം കൊണ്ടുണ്ടാവണാണ്, തൗഹീദ് കൊണ്ടുണ്ടാവണാണ്. യഥാർത്ഥ തവക്കുൽ എന്താ? യഥാർത്ഥ തവക്കുൽ ഞാൻ ആലോചിക്കാം. മനുഷ്യരെ ശിർക്കിലായി ഒരു ക്യാൻസർ രോഗം, ഞാൻ ഒന്നുകൂടി വേറൊരു രൂപത്തിൽ വിശദീകരിക്കാം. ഇതിങ്ങനെയൊക്കെ പറയുന്നത് സ്നേഹം കൊണ്ടാണ്. എന്നെങ്കിലും മനുഷ്യർ ഇതൊക്കെ ഒന്ന് തിരിച്ച് മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. ഞാൻ നമ്മുടെ സ്റ്റേജ് കയ്യേറുന്ന ഇവിടുത്തെ സമസ്തക്കാരോട് പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും വെറുപ്പ് എന്നോടായിരിക്കും, നിങ്ങൾക്ക് ഇന്ന് ഏറ്റവും ഇഷ്ടങ്ങൾ ഉസ്താദുമാരോടായിരിക്കും. നാളെ മഹ്ശറയിൽ നിങ്ങൾ ഇന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉസ്താദുമാർ നിങ്ങൾ വെറുക്കുന്ന ഒരു ദിവസം വരും. ഇന്ന് നിങ്ങൾ ദുനിയാവിലെ ഏറ്റവും വെറുത്തവരെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ദിവസം വരും. പക്ഷെ അന്ന് തിരിച്ചൊരു റിട്ടേൺ ഇല്ല, എന്നിട്ട് വരാൻ കഴിയില്ല. അതിൻ്റെ അടുക്ക് തിരുത്തിക്കൊള്ളിയും പല സംഗതികളും നിങ്ങൾക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞാലും പലപ്പോഴും മുജാഹിദർക്കും അത് മനസ്സിലാകാറില്ല. പക്ഷെ എന്തോ പടച്ചോൻ്റെ തൗഫീഖ് കൊണ്ട് 5 കൊല്ലം കഴിഞ്ഞാൽ മനസ്സിലാകലുണ്ട്. അങ്ങനൊരു കാര്യം ആയുസിട്ടേച്ചതിയല്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ട് മരിക്കാൻ കുറച്ച് ആയുസ് തരണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഈ കാര്യങ്ങൾ ശരിക്കും ഖുർആനിലൂടെ എങ്ങനെ കടന്നു നോക്ക്. ബൈബിളിലെ മത്തായിയുടെ സുവിശേഷത്തിലെ 21, 22, 23 വചനത്തിൽ സകല ക്രിസ്ത്യാനികളെയും യേശുക്രിസ്തു കയ്യൊഴിഞ്ഞ് കളയും എന്ന് ബൈബിളിൽ തന്നെ ഉണ്ടായിട്ട് അതറിയാതെ ജീവിക്കുകയാണ് അവർ. യേശുക്രിസ്തുവിനെ വിളിച്ചും പ്രാർത്ഥിച്ചും ആ കൗമനെ രക്ഷപ്പെടുത്താൻ ഇനി ഒരു നബി വരുമോ? ഒരു പ്രവാചകൻ വരുമോ? ആ ദൗത്യം ആരെ ഏറ്റെടുക്കണോ? ആരെ ഏറ്റെടുക്കേണ്ടത്? നമ്മൾ ഏറ്റെടുക്കണ്ടേ അല്ലേ? ഇനി ഈ വാചകം ഉദ്ധരിച്ചപ്പോൾ ഒരു മുസ്ലിം ക്രിസ്ത്യാനിയാകുക ചെയ്ത്? അങ്ങനെ ചെയ്ത് അല്ല. പിന്നെ ക്രിസ്ത്യാനി ഇസ്ലാമാകുക. അപ്പം എന്തിനാ ഉദ്ധരിക്കണത്? ഇസ്ലാം പറയണാണ് ശരി എന്ന് ഓനോട് പറയാൻ. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഈ ആയത്ത് തന്നെ എടുത്തോളൂ. നിങ്ങൾ ദേവാസ് കോഡിന് പോവുകയാണ്, എടക്കരയിലെത്തി, പോത്തുകല്ലിലെത്തി, ചുങ്കത്തറയിലെത്തി. ഇവിടെ ക്രിസ്ത്യാനികളുടെ ഏരിയ ആണല്ലോ. അവിടെ എത്തി ഒരു കൃഷിയെ വീട്ടിൽ കയറി. ഞങ്ങൾ ഖുർആനിലേക്ക് നിങ്ങളെ ക്ഷണിക്കാമെന്ന ആളുകളാണ്. എന്നാൽ നിങ്ങൾ ഈ 2 ആയത്ത് ഇങ്ങനെ ഓതിക്കൊടുത്ത് യേശുക്രിസ്തു നിങ്ങൾ ഒഴിവാക്കും, നിങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും യേശുക്രിസ്തു അംഗീകരിക്കൂല എന്ന് നിങ്ങൾ അവരോട് പറഞ്ഞു. ഭയങ്കരമായി നിങ്ങൾ പറയാൻ. അപ്പൊ അപ്പുറത്ത് ഇരുന്നിട്ട് ചെറിയോൻ ചോദിക്കുകയാണ്, നിങ്ങൾ മുസ്ലിങ്ങളല്ലേ? ഖുർആൻ നിങ്ങളുടെ കയ്യിലുള്ള ഗ്രന്ഥല്ലേ? അതെ. ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് അറിയില്ല നിങ്ങൾക്ക്? അതെ. മുഹമ്മദ് നബി പറഞ്ഞ പൊട്ടപ്പോയത്തം വിശ്വസിക്കാൻ നിൽക്കുക ഞങ്ങൾ. അപ്പം നമ്മൾ പറയും ഈസാ നബിയിൽ വിശ്വസിക്കുന്നുണ്ടോ? യേശുക്രിസ്തു? ബൈബിളിൽ വിശ്വസിക്കുന്നുണ്ടോ? അത് സത്യവേദ പുസ്തകമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? എന്നാ അതാ അതിലും അതാന്ന്.
അപ്പോൾ ഓന് കീഴടങ്ങാണോ ചെയ്യുക, ഓൻ ജയിക്കുകയാണോ ചെയ്യുക? ഉപജീവനം നടത്തുന്നവരൊന്ന് ആലോചിച്ച് നോക്കി. വി എസ് അച്യുതാനന്ദൻ പറഞ്ഞ് ചെയ്യുന്ന അരിയാഹാരം കഴിക്കുന്നവരൊന്ന് ആലോചിക്ക്. ഓൻ എന്താ ആകുക? ഓൻ കിടങ്ങി പോവില്ലേ? ഒരു ക്രിസ്ത്യാൻ്റെ വീട്ടിലേക്കാണ് കയറി ചെന്ന്, ഞങ്ങൾ മുസ്ലിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചേലാകർമ്മം ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്, ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇടയ്ക്ക് ബൈബിള് യേശുക്രിസ്തു 8-ാം നാൾ പരിച്ഛേദനേറ്റു, അത് ആട് കാണിച്ചു കൊടുക്കുക. ഓൻ മാറുകയാണോ ചെയ്യുക, ഓൻ കീഴടങ്ങാണോ ചെയ്യുക, അല്ല ഓൻ തർക്കിച്ച് തോറ്റ് പോവുകയാണോ ചെയ്യുക? എന്താ ഉണ്ടാവുക? നല്ല താടിയൊക്കെ നീട്ടി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ ജോർജ് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ താടി കിട്ടണേ? നിങ്ങൾ എന്തിനാ അത്ര വലിയ താടി? ഇതൊക്കെ ഒന്ന് വെട്ടിയൊരുക്കി ഈ രാജ്യത്ത് ജീവിച്ചൂടെ, എന്നെ പോലെ ക്ലീൻ ഷേവ് ചെയ്ത്? അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, യേശുക്രിസ്തുവിൻ്റെ പിക്ചർ കണ്ടുക്കോ? നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ഉണ്ട്, അത് ക്ലീൻ ഷേവാ? അല്ല. എന്താ ഇതിനൊരു ഒച്ചപ്പാട് കുറവ്? യേശുക്രിസ്തുവിന് മീശയുണ്ട്, താടിയുണ്ട്. അപ്പൊ ഇജ്ജ് യേശുക്രിസ്തുവിന്റെ ആളല്ലേ? ഞാൻ യേശുക്രിസ്തുവിന്റെ ആളാണ്, എനിക്ക് മീശയുണ്ട്, ചെറിയ താടിയുണ്ട്, യേശുക്രിസ്തുവിനുണ്ട്. അനക്കുണ്ടോ? ഇല്ല. അപ്പൊ ആരാ യഥാർത്ഥ യേശുക്രിസ്തുവിന്റെ അനിയായി? നിങ്ങൾ തന്നെ. എടുക്ക് ലേവ്യ പുസ്തകം, എടുക്ക് ലേവ്യ പുസ്തകം ബൈബിളിൽ നിന്ന്. താടിന്റെ അറ്റം പോലും കട്ട് ചെയ്യാൻ പാടില്ല എന്ന് ബൈബിളില്ലേ? ഉണ്ട്. അത് കാണിച്ചിട്ട് താടി കിട്ടി ക്രിസ്ത്യാനി എനിക്കറിയാം. ഓൻ ക്രിസ്ത്യാനി തന്നെ, പക്ഷെ അത് ബൈബിളിലാണ് ചെയ്യണോന്നോന്. അമേരിക്കയിൽ ഈ വാചകം വായിച്ചിട്ട് താടി കിട്ടുന്നവരുണ്ട്, ചേലാകർമ്മം ചെയ്യുന്നവരുണ്ട് ക്രിസ്ത്യാനികളിൽ. ഞങ്ങളോട് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഖുലിയാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. ആ ആയത്ത് ഒന്ന് നോക്കിയേ. ആയത്ത് ശരിക്കൊന്ന് കേട്ടെ. ഖുലിയാ അഹ്ലൽ കിതാബി, അല്ലയോ വേദക്കാരെ, തആലൗ നിങ്ങൾ വരൂ. ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, നിങ്ങൾ വരീങ്ങട്ട്. നാടൻ ശൈലി പറയും, നിങ്ങൾ ഇങ്ങോട്ട് വരീൻ, ഈ ഡൈനിങ് ടേബിളിന് ചുറ്റിലിരിക്കും. അല്ല അതിന്റെ അർത്ഥം? ഖുലിയാ അഹ്ലൽ കിതാബി തആലൗ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ്. നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും സമമായ ഒന്നിലേക്ക് ഞങ്ങൾ ക്ഷണിക്കണത്. തർക്കമില്ലാത്ത, സമമായ, വിട്ടുവീഴ്ചയില്ലാത്ത ഒന്നിലേക്ക് നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ വാചകപ്രകാരം ദൈവത്ത് നടത്തുന്ന മുസ്ലിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിലും സമമായ ഒന്ന് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഏകദൈവ വിശ്വാസമാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങൾക്കില്ല. ഞങ്ങൾ യേശുക്രിസ്തുവിനെ പടച്ചോനാക്കി ആരാധിക്കുന്നല്ല, ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിടയിലും നിങ്ങൾക്കിടയിലും സമം എങ്ങനെ ഞങ്ങൾ പറയുക? നിങ്ങൾ ഏകനായ അള്ളാഹിനെ ആരാധിക്കുന്ന, നിങ്ങൾ യേശുക്രിസ്തുവിനെ പുത്രനായി ആരാധിക്കുന്നവരാണ്. അപ്പാണ് നമുക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിടയിലുള്ളതിലും ഉണ്ടായിരുന്നു, ഇത് ഞങ്ങൾക്കിടയിലുണ്ട്. എടുക്ക് മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചനം, എടുക്ക് പുറപ്പാടിലെ 20-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം, എടുക്ക് യോഹന്നാൻ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനം, എടുക്ക് ആവർത്തന പുസ്തകത്തിലെ 4-ാം അധ്യായത്തിലെ 15-ാമത്തെ 16-ാമത്തെ വചനം, എടുക്ക്. ഖുർആനിലുള്ള ഏകദൈവ വിശ്വാസങ്ങളെ ബൈബിളിലുണ്ടായിരുന്നു. നിങ്ങൾ തെറ്റിക്കപ്പെട്ടതാണ് എന്നിട്ട് കാണിച്ചു കൊടുത്താലോ? ഓൻ്റെ തർക്കം അവസാനിച്ചോ? ഓൻ സത്യസന്ധനാണ്, ഓൻ്റെ വാചകം നിന്നോ? ആ പണി ഇവിടെ എടുക്കരുത് എന്ന് പ്രസംഗിക്കുകയാണ് ആര്? വലിയ ഹോജാക്കൾ. ഒരു കാലത്ത് നമുക്ക് ഇവിടുന്ന് മുന്നിലും പിന്നിലും മയിലെറിഞ്ഞൂലേ കേട്ടോ. അള്ളാന്റെ ദീനിന്റെ ശത്രു ആകാൻ കുറഞ്ഞ സമയം മതി. ഈ റബ്ബനാ ലാ തുസിയ ഖുലൂബനാ എന്നുള്ള പ്രാർത്ഥന ഉണ്ടല്ലോ, ഓരോ മിനിറ്റ് പ്രാർത്ഥിച്ചോളി. ഓരോ മിനിറ്റിൽ ഈ ഇരുത്തത്തിലും കടത്തത്തിലും പടച്ചോനെ ഹിദായത്ത് നൽകിയപ്പോൾ പിന്നെ പേപ്പിക്കല്ലേ എന്ന് അതിൻ്റെ അർത്ഥം. നേർക്ക് നേരെ പടച്ചോനെ ഈ ഹിദായത്ത് നൽകി, ഹിദായത്ത് കുറേ കാലം ജീവിച്ച് പിന്നെ വാലിമായി പോയി. അങ്ങനെ ആക്കല്ലേ, അങ്ങനെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണേ നമ്മൾ. അങ്ങനെ ആവാതിരിക്കാൻ, അങ്ങനെ പിഴച്ചു പോകാതിരിക്കാൻ വളരെ ഗൗരവമായി ഞാൻ പറയാൻ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പൂർവ്വവേദങ്ങൾ സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റുമോ? പറ്റൂല എന്നാണ്. സാധാരണക്കാർ പൂർവ്വവേദം കൊണ്ടിടക്കുക പാടില്ല എന്നാണ് ഉലമാക്കൾ പറഞ്ഞത്. മതതാരതമ്യ പഠനത്തിലൂടെ ഇസ്ലാമിന്റെ അജയ്യത തെളിയിക്കുന്ന പ്രബോധകർക്കും പണ്ഡിതന്മാർക്കും അത് പഠിക്കാനുള്ള വകുപ്പുണ്ട് എന്ന് ഉലമാക്കൾ പറഞ്ഞു. ശരിക്കും മനസ്സിലായിക്കൂടെ എന്താ നമ്മളെ വാദം എന്ന് ശരിക്കും പഠിക്കുക. സാധാരണക്കാരായ നാടൻ മനുഷ്യന്മാർ ബൈബിൾ കൊണ്ടെടുക്കുക, ഗീത കൊണ്ടെടുക്കുക, അല്ലെ യജുർവേദം കൊണ്ടെടുക്കുക പാടില്ല, പാടില്ല, പാടില്ല. ഒരു വായിക്കാനും പാടില്ല, അറിയാനും പാടില്ല. ആലിമുകളും പ്രബോധകരുമായി ലോകത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്നിടത്ത് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടേണ്ടവർ, വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടവർ, ഇസ്ലാമിന്റെ അജയ്യത തെളിയിക്കേണ്ടവർ, ആവശ്യാനുസാരമുള്ള വാചകങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്നിടത്താണ് 14 നൂറ്റാണ്ടിലെ സലഫി ലോകം. 14 നൂറ്റാണ്ടിലെ സലഫി ലോകം ആർക്കും എതിരെ അഭിപ്രായ വിഷയത്തിലില്ല. പൂർവ്വവേദങ്ങൾ കാലഹരണപ്പെട്ടു പോയതാണെന്ന് വിശ്വസിക്കൽ നമ്മുടെ ബാധ്യതയാണ്.
ഇനി ഞാൻ നിങ്ങളെ സൂറത്ത് മായിദയിലേക്കാണല്ലോ ഞാൻ ക്ഷണിച്ചത്. മായിദയിലെ ഏതാനും സുപ്രധാനമായ വചനങ്ങളിലേക്ക്, നമ്മുടെ സമയക്കുറവും മറ്റുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. ഇന്നാ അൻസൽന തൗറാത ഫീഹാ ഹുദം വനൂർ. ഇത് ഏതിനെ പറ്റിയാ പറയുന്നത്? ഒരു കാര്യം കൂടി ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതായത് വിശുദ്ധ ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ കേട്ടോ. തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിൽ മാർഗദർശനവും പ്രകാശവുമുണ്ട്. അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകന്മാരും യഹൂദന്മാർക്ക് അതനുസരിച്ച് വിധി കൽപ്പിച്ചു പോന്നു. യഹൂദന്മാർക്ക് പ്രവാചകന്മാർ അല്ല വിധിച്ചതനുസരിച്ച്, പറഞ്ഞതനുസരിച്ച്, ഇറക്കിയതനുസരിച്ച് വിധിച്ചു കൊടുത്തു. പുണ്യവാന്മാരും പണ്ഡിതന്മാരും അതേ പ്രകാരം തന്നെ വിധിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണം നാം അവർക്കായിരുന്നു ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. അവരതിൽ സാക്ഷികളായിരുന്നു. അതിനാൽ നിങ്ങൾ ജനങ്ങളെ പേടിക്കാതെ എന്നെ മാത്രം ഭയപ്പെടുക. സത്യത്തിൽ ഈ പേടി, ഇത് ഞാൻ ഒന്നുകൂടെ പറയാണ്, നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കിക്കോളൂ. ഈ നിലവിളക്ക് കൊടുത്തുന്ന വിവാദം അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വിവാദമുണ്ടല്ലോ, പേടിച്ചിട്ടാണ്. മുസ്ലിങ്ങളുടെ എഴുത്തുകാർ അതിനനുകൂലിച്ച് എഴുതുന്നത് ഇവിടെ ജീവിക്കാൻ വേണ്ടിയാണ്, സുഖമായിട്ട്. ആരും എതിർക്കരുത്, ആരും എതിർപ്പ് വരരുത്, ഒന്നും വരരുത്. ബിംബാരാധനക്ക് കൂട്ടിക്കണം എന്നാണ് ഷബാബ് എഴുതിയത്. എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ബിംബാരാധനക്ക് ഫണ്ട് കൊടുക്കുന്നതിൻ്റെ മതം എന്താ പറയാൻ കഴിഞ്ഞോ? ഷബാബുകാരന് എനിക്കെതിരെ ലേഖനം എഴുതിയിട്ട് വിചിന്തനക്കാരൻ നിലവിളക്ക് കൊളുത്തിയ നേതാവാണ് ലേഖനം എഴുതിയത്. അതാണ് ഏറെ അത്ഭുതം. നിലവിളക്ക് പോയി കൊളുത്തി ഉഷാറാക്കി ഫോട്ടോ എടുത്ത മഹാനാണ് നിലവിളക്ക് കൊളുത്തരുത് എന്ന് ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പേരിൽ എനിക്കെതിരെ ലേഖനം എഴുതി വിചിന്തനത്തിൽ. നിങ്ങൾ അറിയണം, നിങ്ങൾ ഇവിടെ മനസ്സിലാക്കിയോ? ഇവിടെ എന്താ അല്ല പറയുന്നത്? തൗറാത്ത് പ്രകാരം വിധിക്കാൻ ജനങ്ങളെ പേടിച്ചു വരെ. ഇത് ഏതാ സന്ദർഭം എന്നും കൂടി പറയാം. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം എന്നായിരുന്നു നിയമം. വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണം എന്നായിരുന്നു നിയമം. എറിഞ്ഞു കൊല്ലാൻ നിയമമായിരിക്കെ തൗറാത്തിന്റെ ആ ഭാഗം മൂടി വെച്ച്, തൗറാത്തിന്റെ ആ ഭാഗം മറച്ചു വെച്ചു. എന്നിട്ട് തലമുണ്ടനം ചെയ്ത് പച്ച കുത്തി ചാപ്പ കുത്തിയോനെ അങ്ങാടി കൂടെ നടത്തിച്ചു, കഴുതപ്പുറത്ത് നടത്തിച്ചു. ജനങ്ങളെയും ഭരണാധികാരികളെയും പേടിച്ചിട്ട് തൗറാത്തിലെ വിധി അവർ മാറ്റിവെക്കുകയാണ്. ഇന്നും ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ ഇതേ അവസ്ഥയിൽ ജനങ്ങളെ പേടിച്ചിട്ട് ഹക്ക് പറയാത്ത നട്ടലില്ലാത്തവർ ഡയറക്ടറായി, പ്രസിഡന്റായി, സെക്രട്ടറിയായി, എഡിറ്ററായി ഇന്നും ലേഖനം എഴുതുന്നു, പ്രസംഗിക്കുന്നു. ഞാൻ പറയുന്നു, സുഖിച്ച് ദുനിയാവിൽ ജീവിക്കാനുള്ള മോഹം മാത്രമാണ് അവരതിന് പ്രേരിപ്പിക്കുന്നത്. ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെ ഭയപ്പെടാനുള്ള ഈമാൻ പോലും അവർക്കില്ല. കുപ്പായം നുരുമ്പിപ്പോയ പോലെ അവരുടെ ഈമാൻ നുരുമ്പിപ്പോവുകയാണ്. സംശയം ഉണ്ട് നിങ്ങൾക്ക്? റസൂല പറഞ്ഞ വസ്ത്രം നുരുമ്പിപ്പോകുന്ന പോലെ ഈമാൻ നുരുമ്പിപ്പോകുന്നു. അങ്ങനെ നുരുമ്പിപ്പോയിരിക്കുന്നു അവരുടെ ധൈര്യമല്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ, ബിംബാരാധനക്ക് ഫണ്ട് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ലേ? പറയട്ടെ, വിചിന്തനം പറയട്ടെ, ഷബാബ് പറയട്ടെ. പറഞ്ഞില്ല, എന്റെ ഇറച്ചി ഇന്നു എഴുതിയില്ല, എനിക്ക് വിവേകല്ല എന്ന് പറഞ്ഞു. ശരിക്കാലോചിച്ചോളെ, ദീൻ ഇവിടെ ഇല്ലാതാവും. യഥാർത്ഥ ദീന് പറയുന്നവരെ ജനങ്ങൾ വെറുക്കും. അവരാർക്കും ഇഷ്ടമില്ലാതാവും. അവരേത് സദസ്സിൽ കയറി വന്നാലും അവരെ പരിഗണിക്കാതാവും. അതൊക്കെ ഇവിടെ വരാൻ പോവുകയാണ്. അതിനിടയിൽ ചില കാര്യങ്ങൾ മനസ്സിലായിക്കോട്ടെ. ഞാൻ നിങ്ങൾക്ക് ആ ഭാഗം പ്രത്യേകമായി പറഞ്ഞുതരാം, കേട്ടോളൂ. ആ വാചകങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചേ. അവരിലെ പുണ്യവാന്മാരും പണ്ഡിതന്മാരും അതേ പ്രകാരം തന്നെ ജൂതന്മാർക്ക് വിധിച്ചിരുന്നു. കാരണം അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ സംരക്ഷണ ചുമതല അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്നു. അവരതിന് സാക്ഷികളുമായിരുന്നു. എന്നിട്ട് അതിനാൽ നിങ്ങൾ ജനങ്ങളെ പേടിക്കാതെ എന്നെ മാത്രം ഭയപ്പെടുക. എന്റെ വചനങ്ങൾ നിങ്ങൾ തുച്ഛമായ വിലക്ക് വിറ്റുകളയരുത്. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് അള്ളാന്റെ ഖുർആന്റെ വേദഗ്രന്ഥം മാറ്റി വെച്ചു. എന്നിട്ട് തോന്നിയ പോലെ വിധി പറഞ്ഞു. അവനെപ്പറ്റി കാഫിർ എന്നല്ല വിളിച്ചു. അവർ കാഫിറുകളാണ്, അവരെ ഞാൻ ഇഷ്ടപ്പെടില്ല. എന്നിട്ട് അള്ളാഹു പറയാണ്, തുറന്നു പറയാണ്, ആ വാചകം കേട്ടോളൂ. തൗറാത്തിനെ ശരിവെച്ചുകൊണ്ട് മറിയമിന്റെ പുത്രൻ ഈസയെ നാം അവരിലേക്ക് നിയോഗിച്ചു. സന്മാർഗ നിർദ്ദേശവും സത്യപ്രകാശവും അടങ്ങിയ ഇഞ്ചീലും നൽകി. ഇഞ്ചീലിൽ അതൊക്കെ ഉണ്ടായിരുന്നു. ഇഞ്ചീൽ അതിലതുണ്ടായിരുന്നു. മാത്രമല്ല, ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ, അതാണ് അത്ഭുതകരം, ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ പോലും അല്ല പറയുന്നത് തൗറാത്ത് അനുസരിച്ച്, ഇഞ്ചീൽ അനുസരിച്ച് അവരോട് വിധിക്കാൻ. അതിൽ പോലും ഈ പറയുന്നുണ്ട്. പിന്നെ ഖുർആൻ
ആണ് അവരുടെ ജീവിതത്തിൽ ഖുർആനും അല്ലാഹു റസൂലും അങ്ങനെ മാറി. അപ്പൊ അന്നുള്ളതിനേക്കാൾ ഇന്ന് ക്രൈസ്തവരുടെ കൈകളിലുള്ളതിൽ ഒരുപാട് കൈകടത്തലുകൾ ഉണ്ടായി. അതുകൊണ്ട് അതിന്റെ സത്യതയെ അംഗീകരിക്കുകയാണ് ഖുർആൻ. അല്ലാതെ ഇന്നത്തെ തൗറാത്തും ഇന്നത്തെ ബൈബിളും ശരിയാണെന്നല്ല. തെൽമൂദ്, ജൂതന്മാരുടെ ഗ്രന്ഥം, സെന്നവസ്ത്, ഇതൊന്നും എന്തല്ല, ഇതൊന്നും ഒറിജിനൽ അവസ്ഥയിലുള്ള ദൈവിക ഗ്രന്ഥങ്ങളല്ല. എല്ലാം മനുഷ്യരുടെ കൈകടത്തലുകൾക്കുണ്ടായതാണ്. ഋഗ്വേദം, സാമവേദം, അഥർവവേദം, യജുർവേദം, ഭഗവത്ഗീത, 108 ഉപനിഷത്തുകൾ എല്ലാം മനുഷ്യരുടെ കൈകൾക്ക് വിധേയമായതാണ്. എന്നാൽ ദൈവിക വചനങ്ങൾ, ഖുർആൻ പറയുന്ന അതേ ആശയങ്ങൾ ചിലതൊക്കെ അതിൽ കാണാം, സദൃശ്യവാക്യങ്ങൾ അതിൽ കാണാം. അപ്പൊ അതനുസരിച്ച് വിധിക്കാനാണ് അവരോട് പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയാണ്, ഇഞ്ചീലിന്റെ അനുയായികൾ അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് വിധിക്കട്ടെ. അള്ളാഹു അവതരിപ്പിച്ചതനുസരിച്ച് ആർ വിധിക്കുന്നില്ലയോ അവർ തന്നെയാകും ധിക്കാരികൾ. ഒറിജിനൽ ഇഞ്ചീൽ, യേശുക്രിസ്തുവിന് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ പ്രകാരം അവർ വിധിക്കട്ടെ. ഏറെ രസമുള്ളൊരു വചനം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. അത് സൂറത്ത് ആൽ ഇംറാനിലാണ്. അതായത് വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കേണ്ട സന്ദർഭത്തിൽ ഉദ്ധരിക്കാമോ എന്നുള്ളതിന്റെ ഫസ്റ്റ് തെളിവ് ഖുർആനാണ്. ഞാൻ നിങ്ങൾക്ക് സൂറത്ത് ആൽ ഇംറാനിൽ നിന്ന് 93-ാമത്തെ വാചകം വായിച്ച് കേൾപ്പിച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചോളി. സൂറത്ത് അറാഫിലെ 93-ാമത്തെ വചനം. ആ വചനം ഇതാണ്. ശരി, ശ്രദ്ധിച്ചു നോക്കുക നിങ്ങൾ. ആ വചനം കാണാം. 93-ാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അതായത് കുല്ലു ത്വആമി കാന ഹില്ലൻ ലിബനി ഇസ്രായീൽ. നോക്കൂ, എല്ലാ ആഹാര പദാർത്ഥവും ഇസ്രായേൽ സന്തതികൾക്ക് അനുവദനീയമായിരുന്നു. തൗറാത്ത് അവതരിപ്പിക്കപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേലർ യാക്കൂബ് നബി തന്റെ കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ. ഒട്ടകമാംസം തൗറാത്ത് പ്രകാരം നിഷിദ്ധമാണ് എന്ന് ആര് വാദിച്ചു? ജൂതന്മാര് നബീനോട് വാദിച്ചു. ശരിക്കും ചിന്തിച്ചോളൂ സഹോദരിമാരും സഹോദരന്മാരും. ഇഷ്കാൽ ഉണ്ടാക്കി നടക്കുന്നവർക്കുള്ള മറുപടി ഞാൻ പറയുന്നു. ഈ വിഷയത്തിൽ ഇഷ്കാൽ ഉണ്ടാക്കുന്നവർക്കുള്ള മറുപടിയാണ് പറയുന്നത്. അതായത് തൗറാത്തിന്റെ കാലഘട്ടത്തിൽ തൗറാത്തിൽ ഒട്ടകമാംസം നിഷിദ്ധമാണ് എന്നാണ് ഉള്ളതെന്ന് ആര് പറയാണ്? ജൂതന്മാര്. മുഹമ്മദ് നബി ഒട്ടകത്തെ ഹലാലാക്കി. മുസ്ലിങ്ങൾക്ക് അപ്പ പറയാണ് പൂർവ്വവേദത്തിൽ ഹറാമായ ഒരു കാര്യം ഇതാ മുഹമ്മദ് ഹലാലാക്കുന്നു. 3-ാം അധ്യായം 93-ാമത്തെ വചനം. ഈ സന്ദർഭത്തിൽ അള്ള പറയുന്ന ഒരു വാചകം നിങ്ങൾ ആലോചിച്ചു. പടച്ചോൻ പറയണം, എന്നാ നബിയെ അവരോട് പറ. അതായത് യാക്കൂബ് നബി സ്വന്തമായിട്ട് എനിക്ക് ഒട്ടകമാംസം വേണ്ട അറിഞ്ഞിരുന്നു. യാക്കൂബ് നബി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ ഉടുമ്പിന്റെ മാംസം വെച്ചല്ലോ ഖാലിദ് ഇബ്നു വലീദ് ഇരിക്കുന്ന സദസ്സില്. അപ്പൊ നബി പറഞ്ഞു എനിക്ക് വേണ്ട ഖാലിദേ. അതിനെപ്പറ്റിയാണ് ജൂതന്മാര് പറയുന്നത് തൗറാത്ത് പ്രകാരം ഒട്ടകമാംസം പാടില്ല. അപ്പൊ അള്ള പറയാ അങ്ങനെ ഒരു നിയമം ഞാൻ ഇറക്കിയിട്ടില്ല. എന്നിട്ട് പറയാണെന്ത്? ധൈര്യമുണ്ടെങ്കിൽ അള്ള വെല്ലുവിളിക്കാൻ പറയാ റസൂലുള്ളാഹിനോട്. ആയത്തിന്റെ ബാക്കികൾക്ക് ധൈര്യമുണ്ടെങ്കിൽ അവരോട് പറ. എന്ത് പറ? നബിയെ അവർ സത്യവാന്മാരാണെങ്കിൽ അവരോട് പറ, തൗറാത്ത് കൊണ്ടുവന്നതൊന്ന് വായിച്ചു കേൾപ്പിക്കാൻ. ഖുർആനാണ്. തൗറാത്ത് കൊണ്ടുവന്ന് അവരോടൊന്ന് വായിക്കാൻ പറ. അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? തൗറാത്ത് ഉദ്ധരിക്കേണ്ട ഘട്ടത്തിൽ ഉദ്ധരിക്കേണ്ടി വന്നാൽ അതുകൊണ്ട് വായിക്കാൻ ജൂതന്മാരെ അള്ള വെല്ലുവിളിച്ചു. ഖുർആനാട്ടോ. ജാഹിദ് ബാൽശ്ശേരിക്ക് ഒന്നും പറയാനില്ല ദീനായിട്ട്. അള്ള പറഞ്ഞത് പറയാ, അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാം. അതാണ് അതിന്റെ പോളിസി. ആർക്ക് ഇഷ്ടപ്പെട്ടു ആരും ഇഷ്ടപ്പെടും ഒന്നും അറിയില്ല. ഞാനത് വളരെ ഉറച്ച് പറയാം നിങ്ങളോട്. ആര് കൂടെ ഉണ്ട്? ആരാ അവിടെ? വൈൻ കുന്ത വഹദക്. അബ്ദുല്ലാഹി മസ്ഊദ് പറയും ഈ ഒറ്റക്കാണെങ്കിലും ഈ അഹക്കില് നജാഹില് സുന്നത്തി വൽ ജമാഅ. നമുക്ക് അതിൽ അങ്ങനെ പറഞ്ഞവരെ നമ്മൾ ജനങ്ങളെ. അപ്പൊ ജനങ്ങളെ ഗൗരവമായി നിങ്ങൾ ആലോചിച്ചേ. ഗൗരവമായി ഈ കാര്യം ഇനി നിങ്ങൾ സൂറത്ത് ബക്കറയെ തന്നെ നോക്കിക്കോ. സൂറത്ത് ബക്കറയിലെ അള്ളാഹു പറയണം 2-ാം അധ്യായം സൂറത്ത് ബക്കറയിലെ 174-ാമത്തെ വചനം. അത് നിങ്ങളൊന്ന് കണ്ടോളൂ. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ വിഷയം അങ്ങനത്തെ ആയതുകൊണ്ടാണ് പറയുന്നത്. 174 നിങ്ങൾ നോക്കിക്കോ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്താണ്? ഇന്നല്ലദീന യക്തുമൂന മാ അൻസലല്ലാഹ്. അല്ലാഹ് അവതരിപ്പിച്ച കാര്യമുണ്ട്. മിനൽ കിതാബ്, വേദഗ്രന്ഥങ്ങളിൽ നിന്ന് പടച്ചോൻ അവതരിപ്പിച്ച ആ ഭാഗമുണ്ടല്ലോ, അത് സമനൻ കലീല ഉലൈക മാ കാന. അള്ളാഹു പറയാണ് ഉലൈക മാ യഅകുലൂന ഫീ ബുതൂനിഹിം മില്ലൻ നാർ. അതായത് അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥത്തിലുള്ള കാര്യങ്ങൾ മറച്ചു വെക്കുകയും അതിന് വിലയായി തുച്ഛമായ നേട്ടങ്ങൾ നേടിയെടുക്കുകയും ചെയ്തവരാരോ അവർ തങ്ങളുടെ വയറുകളിൽ തിന്നു നിറക്കുന്നത് നരകാഗ്നിയല്ലാതെ മറ്റൊന്നുമല്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കുകയോ അവരെ സംശുദ്ധരാക്കുകയോ ചെയ്യുകയില്ല. വേദനയേറിയ ശിക്ഷയാണ് അവർക്കുള്ളത്. അപ്പൊ പൂർവ്വകാല വേദഗ്രന്ഥങ്ങളിലെ ഹക്കിനെ അവർ മറച്ചു വെക്കുകയും തുച്ഛമായ വിലക്കവരത് വിറ്റുകളയുകയും ചെയ്തു. അടുത്ത വാചകം നിങ്ങൾ സൂറത്ത് ബക്കറയെ തന്നെ നോക്കിക്കോ. 79-ാമത്തെ വാചകം.
179 79ാമത്തെ വാചകം സൂറത്ത് ബഖറയിൽ പറയുന്നത് ഫവൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദീഹിം സുമ്മ യഖൂലൂന ഹാദാ മിൻ ഇൻദില്ലാ ലിയസ്തറൂ ബിഹി സമനൻ ഖലീലൻ ഫവൈലുൽ ലഹും മിമ്മാ കതബത് ഐദീഹിം വവൈലുൽ ലഹും മിമ്മാ യക്സിബൂൻ. സ്വന്തം കൈകൊണ്ട് ഗ്രന്ഥങ്ങൾ എഴുതി ഉണ്ടാക്കുകയും ഇത് പടച്ചോനിൽ നിന്നാണ് എന്ന് പറയുകയും ചെയ്ത ആളുകൾക്ക് നാശം, അവർക്ക് ദുനിയാവിലും ആഖിറത്തിലും നാശാണ് എന്നാണ് പറയുന്നത്. അപ്പം ഇത് പൂർവ്വ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങൾ നമ്മൾ വിശ്വസിക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം എന്താണ്, ആ വേദഗ്രന്ഥത്തിൻ്റെ സത്യതക്കുള്ള തെളിവ് മാത്രമാണത്. ആ വേദഗ്രന്ഥം ഇക്കാലഘട്ടത്തിലും ജനങ്ങൾക്ക് മാർഗദർശനമാകുന്നു എന്നതല്ല, മറിച്ച് അതിനെ ശരിവെച്ചുകൊണ്ട്. ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ, ഞാൻ വായിച്ച് കേൾപ്പിച്ചത് എല്ലാവർക്കും അറിയാവുന്നൊരു ഭാഗമാണ്. 61ാം അധ്യായം സൂറത്തു സഫിലെ സൂറത്തു സഫിലെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കാണുന്ന വാചകം. സൂറത്തു സഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, 61ാം അധ്യായത്തിൽ പറയാണ്, ഇദ് ഖാല ഈസ ഇബ്നു മറിയം യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിനത്ത് തൗറാത്ത് വമുബശ്ശിറൻ ബിറസൂലിൻ യഅതി മിൻ ബഅദി ഇസ്മുഹു അഹ്മദ് ഫലമ്മാ ജാഅഹും ബിൽ ബയ്യിനാതി ഖാലു ഹാദാ സിഹ്റുൻ മുബീൻ എന്ന് തുടങ്ങുന്ന വാചകം. മറിയമിന്റെ മകൻ ഈസ പറഞ്ഞ സന്ദർഭം ശ്രദ്ധേയമാണ്. ഇസ്രായേൽ സന്തതികളെ, എനിക്ക് മുമ്പുള്ള തൗറാത്തിനെ സത്യപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ശേഷം വരുന്ന അഹമ്മദിന്റെ പേരിൽ ഒരു ദൂതൻ വരാനുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടും നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് ഞാൻ. അതായത് തൗറാത്തിനെ ശരിവെച്ചുകൊണ്ടാണ് ഞാൻ കടന്നു വരുന്നത്. ഈസാ നബി പറയാൻ, അതോടൊപ്പം വരാനിരിക്കുന്ന ഇസ്മുഹു അഹ്മദ്, അഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുമാണ് ഞാൻ നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്ന് പറയാൻ. അപ്പോൾ വരാനിരിക്കുന്ന ഒരു പ്രവാചകനെ, വരാനിരിക്കുന്ന ഒരു വേദഗ്രന്ഥത്തെ കുറിച്ചൊക്കെ പൂർവ്വവേദങ്ങൾ സംസാരിക്കുകയും ഖുർആനിൻ്റെ സത്യത അത് തെളിയിക്കാനാണ് നമ്മൾ ഈ വേദഗ്രന്ഥങ്ങളെ സമീപിക്കുന്നതും വേദഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. ഇവിടെ നമ്മൾ ഗൗരവമായി പഠിക്കേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, പൂർവ്വവേദങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ കയ്യിൽ വെക്കാനും പാടില്ല, പഠിക്കാനും പാടില്ല. അതാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. സാധാരണക്കാർ ഉലമാക്കളെ, അതായത് അറിവുള്ളവരെ സമീപിച്ച് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുകയും ആ മനസ്സിലാക്കിയത് മാത്രം പറയുകയും അതിൻ്റെ അപ്പുറത്ത് വെല്ലുവിളികളോ ചർച്ചകളോ ഒന്നും നടത്താതിരിക്കുകയും ചെയ്യാം. നമുക്ക് പരിമിതമായ അറിവേ ഉള്ളൂ. ആ അറിവ് തന്നെ ചിലപ്പോൾ ഊഹത്തിൽ അധിഷ്ഠിതമായിരിക്കാം. അങ്ങനെയുള്ളപ്പൊക്കെ അത് സംസാരിക്കാതിരിക്കുക. നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ ഖുർആനിൽ നിന്ന് പൂർവ്വവേദങ്ങൾ ഉദ്ധരിക്കും. നിങ്ങൾക്കറിയാം, വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലലായിരുന്നു അതിലെ നിയമം ഞാൻ പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അങ്ങനല്ല എന്ന് പറഞ്ഞ് തർക്കിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പൂർവ്വവേദത്തിൻ്റെ ഭാഷ അറിയില്ലല്ലോ. അവർ വേദം കൊണ്ടൊന്ന് വായിച്ചപ്പോൾ നബി ചോദിച്ചു, അങ്ങനെ തന്നെയാണോ അബ്ദുസ്സലാം? അബ്ദുസ്സലാം ക്രിസ്ത്യാനിയായിരുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച ആളാണ് റളിയല്ലാഹു അൻഹു. അബ്ദുസ്സലാം പറഞ്ഞു, നിങ്ങൾ ആ പൊത്തി വെച്ചെടുത്ത്, അതായത് വേദത്തിലൊരു ഭാഗത്തിൽ കൈവച്ച് വായിച്ചു, ബാക്കി വായിച്ചു. അപ്പോൾ അബ്ദുസ്സലാം റളിയല്ലാഹു തആല നിങ്ങളെ കൈയെടുക്കുകയാണ്. കൈയെടുത്തപ്പോൾ അതിൽ എന്താ ഉള്ളത്? വ്യഭിചാരനെ എറിഞ്ഞു കൊല്ലണമെന്ന്. അപ്പോൾ ഇസ്ലാമിൻ്റെ സത്യതയ്ക്ക് തെളിവായി അത് കൊണ്ടുവരപ്പെടുകയും ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു. ഇനി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പൂർവ്വവേദം കൈ പിടിച്ചപ്പോൾ നബി ഷൗട്ട് ചെയ്തു, ദേഷ്യം പിടിച്ചു, കണ്ണ് ചോത്തു. അത് വേദങ്ങൾ ഉദ്ധരിക്കരുത് എന്നുള്ളതിന് തെളിവാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. സത്യത്തെ അസത്യമായിട്ട് കൂട്ടിക്കുവച്ചതാണ്. അതെന്താ സംഭവം? അതായത് ഖുർആനേക്കാളും മെച്ചപ്പെട്ടൊരു സംഗതിയാണോ തൗറാത്ത് എന്നുള്ളതിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ഇതും തരക്കേടില്ലേല നബിയേ, ഖുർആൻ നിലനിൽക്കെ ഇതിനേക്കാൾ നല്ല ആസ്വാദനമുള്ളൊരു ഗ്രന്ഥ ഇത് എന്ന മനോഗതിയെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ട്രീറ്റ് ചെയ്ത്. അല്ലെങ്കിൽ നബി ഇരട്ടത്താപ സ്വീകരിച്ചില്ലേ? ഒരു ഭാഗത്ത് ഉമറിനോട് വേദം തൊടിയെ പഠിക്കുകയും ചെയ്യരുത് പറയാം, മറുഭാഗത്ത് വേദം കൊണ്ടുവരാനും വായിക്കാനും തെളിവ് നിർത്താനും പറയാം. രണ്ടും വൈരുദ്ധ്യമാവില്ലേ? അപ്പം അത് ഗൗരവമായി ചിന്തിക്കുക. ഇപ്പം ഇങ്ങനെ ചെറിയ ആളുകളൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെറിയ വിശ്വാസികൾ ഇങ്ങനെ ഉണ്ടാക്കും. ദേവത്ത് നടത്തുന്നവരെ അല്ലെ ഏറ്റവും രസം എന്താ, നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കി. ഇവിടെ അല്ലല്ലാത്തവരെ വിളിക്കണ ദർഗയിലേക്ക് മനുഷ്യരെ നയിക്കുന്ന മുസ്ലിയാക്കന്മാരെ പറ്റി പോലെ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഉണ്ടോ? എന്താ തലയാട്ടാത്ത? തലല്ലേ? ശരിയല്ലേ? ഈ ടീം, ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടീം AP സുന്നക്കെതിരെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടതിന് ശേഷം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഷിയായിസം പ്രചരിപ്പിക്കുന്ന ആർക്കെതിരെ പറഞ്ഞിട്ടുണ്ടോ? മടൂർ വിഭാഗത്തിനെതിരെയും KNM-നെതിരെയും പറഞ്ഞിട്ടുണ്ടോ? നമുക്കെതിരല്ലാതെ. അപ്പം എന്താ, എല്ലാ ഹക്കിനെ എതിർക്കുന്ന ശത്രുക്കളോട് പോലും ചേർന്നു. വേറെന്താ ഉള്ളത്? ഓല അജണ്ട എന്താ? പള്ളിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ AP സുന്നിനെ കാത്തിക്കണ്, മൊയ്തീൻ ഷേനെ വിളിക്കൽ തെറ്റാന്ന് പറയാൻ നിൽക്കണ് അല്ല. ഓൻ അവിടെ മെനയാൻ നിന്നെ ഒരു ചെറിയ പ്രാസംഗികൻ എന്നോട് വിളിച്ചു പറയാണ്, എനിക്ക് എൻ്റെ പള്ളിയിൽ പോകാൻ വയ്യ, ഇവർ 4 ആൾ എപ്പോഴും ഡോറിൻ്റെ അടുത്ത് നിൽക്കണ്. എന്നിട്ട് എന്നോട് അവിടെ പോയരുത്, പ്രസംഗിക്കരുത്, അത് പറയരുത്, ഇത് പറയരുത്. ഞാൻ ചോദിച്ചല്ല മോനെ, ഇവിടെ നിന്നിട്ട് ഒരു AP സുന്നിനെ തടഞ്ഞു വെച്ചിട്ട് മോനെ മൊയ്തീൻ വിളിക്കരുത് എന്നൊരു പറയുന്നുണ്ടോ? ഇല്ല. ഒരു വേറെ ഏതെങ്കിലും പ്രസ്ഥാനക്കാരെ എതിർക്കുണ്ടോ? ഇല്ല.
ജൂതനോടോ ക്രിസ്ത്യാനികളോടോ എന്തെങ്കിലും മിണ്ടുണ്ടോ? ഇല്ല. ജൂതനോടും ക്രിസ്ത്യാനിയോടും മതം പറയുന്ന എന്നോടല്ലേ പറയണേ? അതെ. എനിക്ക് എന്ത് മനസ്സിലായി എന്ന് ചോദിച്ചു. ഓ ശത്രുവാണോ മിത്രാണോ? ആ ചെക്കനോടനോ ശത്രു എന്നല്ലാതെ വേറെ എന്താ മനസ്സിലാക്കുക? മനുഷ്യൻ ബുദ്ധിയുള്ളോന് എന്നാ അത് മനസ്സിലായിക്കളാ, ഓലയുടെ ഒഴിവായിക്കളാറ്. നിങ്ങൾക്ക് അതിൻ്റെ കാമ്പ് കിട്ടിയോ? അതിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ കാമ്പ് നിങ്ങളെ മനസ്സിൽ ഉണ്ടായോ? ഇനി നമ്മൾ ഖുർആന്റെ പ്രത്യേകത എന്താണ്? പൂർവ്വവേദങ്ങൾ സത്യമായിരുന്നു. അത് പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് വിധേയമായി ശരിയും തെറ്റും കൂടിക്കലർന്നു. തെറ്റ് കൂടുതലും ശരി വളരെ കുറവുള്ളതാണ് ഏത് പൂർവ്വവേദങ്ങളായി ഉദ്ധരിക്കപ്പെടുന്ന എല്ലാ വേദങ്ങളും. 700 ശ്ലോകമുണ്ട് ഭഗവത്ഗീതയിൽ. 700 ശ്ലോകം. അതിൽ ഒരുപാട് ശ്ലോകങ്ങൾ മനുഷ്യർ കൈകടത്തി ഉണ്ടാക്കിയാണ്. അതിൽ ദൈവികം എന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയേ. ഏകദൈവ ആരാധന തെളിയിക്കുന്ന ചില വാചകങ്ങളതിലുണ്ട്, അത്രയും. അതേ നമ്മളും എന്ത് ചെയ്യുള്ളൂ? ജനങ്ങളുമായി സ്വീകരിച്ച് ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുമെന്ന് നമ്മൾ പറയുന്നത്. ഇനി നമുക്കെന്താണ്? ലോകത്തോടൊക്കെ നമുക്ക് പറയാനുള്ള ഖുർആനാണ്. ഖുർആനാണ് ദൈവികം, ഖുർആനാണ് സത്യസന്ധം, ഖുർആനിലേക്കാണ് ആളുകൾ വരേണ്ടത്. പൂർവ്വവേദഗ്രന്ഥം അനുസരിച്ച് ഒരു ക്രിസ്ത്യാനി ജീവിച്ച് മരിച്ചാൽ പോരെന്ന് ചോദിച്ചാൽ പോരാ തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. തൗറാത്ത് അനുസരിച്ച് ജീവിച്ചാൽ പോരെന്ന് വെച്ചാൽ പോരാ. മുഹമ്മദ് നബി അംഗീകരിക്കാത്തവൻ കാഫിറാണ്. പ്രവാചകന്റെ പ്രവാചകത്വം അംഗീകരിക്കാത്തവൻ കാഫിറാണ്. പ്രവാചകനെ അംഗീകരിക്കുകയും ഖുർആൻ അംഗീകരിക്കുകയും ഖുർആൻ അനുസരിച്ചാണോ വിധിക്കേണ്ടതും ജീവിതം കൊണ്ടെടുക്കേണ്ടതും? ഖുർആനാകണം അവന്റെ ജീവിതത്തിൽ. സഹാബത്ത് അങ്ങനെ ചിന്തിച്ചവരാണ്. ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആൻ ലോകത്ത് അജയ്യമായ ഒരു ഗ്രന്ഥം. ഇന്നലെയും മെനയാന്നും എൻ്റെ അയൽവാസികൾ 2 ആളും മരിച്ചു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത 2 മരണങ്ങൾ. ഞാൻ ആലോചിക്കുകയാണ്, മകൻ്റെ വീടപ്പുറത്ത് ഉണ്ടാക്കേണ്ട, അതിലൊന്ന് താമസിക്കണം നേറിയ പൂതിയും വെച്ചൊരു ബാപ്പയാണ് മരിക്കണത്. എൻ്റെ വീടിൻ്റെ തൊട്ട് പറമ്പിൽ, ഞങ്ങളുടെ പറമ്പിൽ തന്നെ പറയാം, അങ്ങനെ താമസിക്കുന്നവർ ഇതെല്ലാം ഉപേക്ഷിച്ച് പോവില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. മോതിരം 2 കൈയിലും 2 വിരലിലുണ്ടായിരുന്നു, ഈ 2 വിരലുണ്ടായിരുന്നു. അതൊക്കെ മരിച്ചാൽ ഇങ്ങനെ ഊരിയെടുക്കും അല്ലേ? കഴുത്തിലെ ചെയിന് വെട്ടിയെടുക്കും. കയ്യിലെ വള ഊരി കിട്ടണില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ മയ്യത്തിൻ്റെ കൈത്തണ്ടയിൽ കത്തിരി കെട്ടിട്ട് കട്ട് ചെയ്തത് എടുക്കും. സുഹൃത്തുക്കളെ, അത് അടുത്ത തലമുറ ആസ്വദിക്കും. നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങളെ കൈ കിടന്ന കാലത്ത് ദാനം ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽഖാലിമീനൽ ഗൈള വആഫീന അനന്നാസ് വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. സമ്പത്തുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക. അങ്ങനെ കൊടുത്തേക്ക്. ഇനി ദീർഘിച്ച് പറയുന്നില്ല. അല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാ വഅൻഫിഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ. രഹസ്യമായിട്ടും പരസ്യമായിട്ടും കൊടുക്കണം. ഇനി നമുക്ക് ഇതിൽ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറഞ്ഞവരോട് കരാറ് വാങ്ങുകയുണ്ടായി. എന്നിട്ട് അവർക്ക് ഉത്ബോധനം നൽകപ്പെട്ടതിൽ അവരിൽ ഒരു വിഭാഗം തിരിഞ്ഞു കളയുകയാണ്. ബൈബിളിൽ നിന്നവർ, ഇഞ്ചീലിൽ നിന്നവർ തിരിഞ്ഞു കളയുകയാണ്. സൂറത്ത് മായിദയിലെ 14-ാമത്തെ വാചകമാണ് ഞാൻ പറയുന്നത്. പൂർവ്വവേദഗ്രന്ഥങ്ങളിൽ വിജ്ഞാനവും പ്രകാശവും ഉണ്ടായിരുന്നു. പിന്നീട് മനുഷ്യരുടെ കൈകടത്തലുകൾക്ക് അത് വിധേയമായി. ആ കൈകടത്തലുകളുടെ അനന്തരഫലമായി ആ വേദഗ്രന്ഥം, ഇനി നമുക്ക് ചിന്തിക്കാനുള്ളത്, ആ വേദഗ്രന്ഥങ്ങളൊക്കെ കാലഹരണപ്പെട്ടു. ഇനി നമ്മുടെ മുമ്പിൽ മുഹൈമിനായി എല്ലാ വേദഗ്രന്ഥങ്ങളെയും സംരക്ഷിക്കുന്ന ഗ്രന്ഥമായി അള്ളാഹുവിൻ്റെ ഗ്രന്ഥമാണുള്ളത്. ആ ഗ്രന്ഥമനുസരിച്ചാണ് വിധിക്കേണ്ടത്. ആ ഗ്രന്ഥത്തിലേക്കാണ് ആളുകളെ ക്ഷണിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ മസലുല്ലദീന ഹുമ്മിലുത് തൗറാത്ത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഗ്രന്ഥം ചുമന്ന കഴുതകളെപ്പോലെ വേദക്കാരായിപ്പോയി. അങ്ങനെ നിങ്ങളാകരുത് എന്ന് 62-ാം അധ്യായത്തിൽ 5-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയും. ആ ഒരു അവസ്ഥാവിശേഷം നമുക്ക് വരരുത്. അങ്ങനെ വരാതിരിക്കട്ടെ. എനിക്ക് നിങ്ങളോട് എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കും. നമുക്ക് 1:10 ജമാഅത്താണ്. വിഷയം അവസാനിപ്പിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ശിർക്കിൻ്റെ ഒരുപാട് സംഗതികൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതായത് ഒരു ചർച്ചിൻ്റെ നിർമ്മാണത്തിന് മുസ്ലിങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണത്തിന് മുസ്ലിങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ പാടില്ല. ഒരു ദർഗയുടെ നിർമ്മാണത്തിന് മുസ്ലിങ്ങൾക്ക് പൈസ കൊടുക്കാൻ പാടില്ല. ഒരു ദർഗയിലേക്കുള്ള നേർച്ചക്ക് പൈസ ചോദിച്ചു വന്നാൽ ഈ ഇരിക്കണങ്ങൾ കൊടുക്കുവോ? ഇല്ല. ഇനി ഞാൻ വേറൊന്ന് ചോദിച്ചോട്ടെ, അത് ഇത്ര ഇല്ല എന്നുള്ളത് നിങ്ങൾ എല്ലാവരും പറഞ്ഞോളണമെന്നില്ല. പീടിയൊക്കെ നടത്തുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, കട നടത്തുന്നേ. അവിടെ ഇപ്പോൾ പട്ടാമ്പി നേർച്ചയ്ക്ക് ഒരു മൊയ്ലിയാരി പിരിവിന് വരികയാണെങ്കിലോ
ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമീഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും എന്നൊക്കെ പറഞ്ഞ് മൂപ്പരെ 5-8 ആയത്ത് ഉദ്ധരിച്ചിട്ട് പീടിയെന്ന് മൂപ്പര് തെറിച്ച് നിലത്ത് പോകും. മുജാഹിദ് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഭാസ്കരൻ അമ്പലത്തിലെ പിരിവിന് വരികയാണ്. അപ്പോൾ ഓതാനും കഴിയുന്നില്ല, അതൊട്ട് അറിയുകയും ചെയ്തുകൂടാ. എടുത്ത് 100 റുപ്യ കൊടുത്ത്. എന്താ മൊയിലിയാരെ പറഞ്ഞേച്ച ആ ഊക്കും ആ ഇതും അമ്പല കമ്മിറ്റിക്കാരൻ പിരിവിന് വരുമ്പോൾ എല്ലാം അങ്ങനെ തോന്നിയിട്ടില്ലേ? ഇല്ലേ? സുന്നി കൊടുക്കൂല, ദർഗയെ കൊടുക്കൂല, അമ്പലത്തിൽ കൊടുക്കൂ. ദർഗയെ കൊടുക്കൂല, ചർച്ച അത് കൊടുക്കരുത് എന്ന് പറഞ്ഞാണല്ലോ ഇപ്പം എൻ്റെ പേരിലുള്ള പരാതി. ഞാൻ എന്താ പറഞ്ഞേ? ഇപ്പം നിങ്ങൾക്കറിയാം, അമ്പലത്തിലെ പൂജാരി കണ്ടൊരു മോഹനരശി എന്ന് വിചാരിച്ചോളി. അയാൾ വീട്ടിൽ കയറിയാണ്. എൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് പരാതി വേണ്ട, എൻ്റെ വീട്ടിൽ എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം. എൻ്റെ വീട്ടിൽ വന്നിട്ട് അയാൾ പറയണം, എൻ്റെ കുട്ടിക്ക് ക്യാൻസറാണ്, ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ 50,000 റുപ്യ തരണോ? കൊടുക്കണോ കൊടുക്കണ്ടേ? ആ ഉറച്ച് പറയും. എന്തോ ഒരു ഉറപ്പില്ല അയ്യാ, ഉറപ്പ് അതിന് വലിയൊരു ഉറപ്പില്ല. ആ കൊടുക്കണം, ഉറക്കെ പറയും കൊടുക്കണം. പള്ളിയിൽ അച്ഛൻ വന്ന്, ഞങ്ങളുടെ ഇടവകയിൽ ഒരു പെൺകുട്ടി നല്ലോണം പഠിക്കും, ഫസ്റ്റ് റാങ്ക, പക്ഷെ അവൾക്ക് മെഡിസിന് ചേരാൻ പൈസ ഇല്ല. കൊടുക്കണോ കൊടുക്കണ്ടേ? സഹായിക്കണം, കൊടുക്കണം. പള്ളിയിൽ അച്ഛൻ പിറ്റേ ദിവസം കയറി എന്നിട്ട് പറയുകയാണ്, ഞങ്ങളുടെ യൂണിറ്റ് ഒരു ക്യാൻസർ രോഗിനെ സംരക്ഷിക്കുന്നുണ്ട്, അതിന് ഇത്ര തുക പിരിവെടുത്താണ്, അതിലേക്ക് നിങ്ങൾ 5,000 റുപ്യ തരണം. കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണം. അതേ പള്ളിയിൽ അച്ഛൻ അതിൻ്റെ പിറ്റേന്ന് വരികയാണ്, ഞങ്ങളുടെ ഇടവകയിൽ കുരിശു വരക്കണ ഒരു ചർച്ച ഉണ്ടാക്കുന്നുണ്ട്, അതിന് പൈസ തരണം. കൊടുക്കണോ കൊടുക്കണ്ടേ? എന്തോ ഒരു ഒച്ചപ്പാടില്ലാത്തതെന്ന് കൊടുക്കണോ കൊടുക്കണ്ടേ? ഉറക്കെ പറയും. ആ ഞാൻ മാത്രം മൈക്കിലോട് പറഞ്ഞിട്ട് കല്ലേറുള്ളണ്ടല്ലോ, നിങ്ങളും പറയും, അത് റെക്കോർഡ് ചെയ്യടോ, ഇവരൊക്കെ പറയുന്നത്. അപ്പോ നിങ്ങളെ മനസ്സിലുണ്ട്, അത് ഇന്നെ കൊണ്ട് പറയിപ്പിക്കുക, നിങ്ങളിട്ട് പറയൂല. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ നമ്മുടെ വിഷയം എന്താ? ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ മൊയിലിയാരാണോ? എന്നെ ഒരു മൊയിലിയാർ വീട്ടിൽ വന്നിട്ട് പറയണത്, എൻ്റെ മോക്ക് ക്യാൻസർ രോഗമാണ്, നിങ്ങൾ ചികിത്സിക്കണം. നമ്മൾ കൊടുക്കൂലേ? കൊടുക്കണോ? അപ്പൊ കൊടുക്കാൻ പറ്റുന്നതുണ്ട്, കൊടുക്കാൻ പറ്റാത്തതുണ്ട്. ഏതുപോലെ അച്ഛൻ്റെ അടുത്ത് മകൻ വന്ന് പറയാ, അച്ഛാ നല്ലൊരു വിദേശ ഷോപ്പ് തുടങ്ങിയിട്ട് എനിക്ക് കള്ളുടിക്കണോ? കൊടുക്കണോ കൊടുക്കണ്ടേ? കൊടുക്കണ്ട. എല്ലാവർക്കും പറയാ തെറ്റായതുകൊണ്ടാ കൊടുക്കണ്ടാത്ത, അല്ലാതെ ഒരു വിഭാഗത്തോട് നമുക്ക് വിരോധമുള്ളതുകൊണ്ടാ അല്ല. അതുകൊണ്ട് ഇക്കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഇനി ഇതിലൊരു പോയിന്റ് പറയാനുള്ളത്, ഈ കുലിയായുൽ കാഫിറൂൻ എന്നുള്ള അധ്യായം ഇറങ്ങിയല്ലോ, അതിറങ്ങിയത് ഏത് പശ്ചാത്തലത്തിലാ? ഞങ്ങളെ വിഗ്രഹത്തെ കാണുമ്പോൾ മുഹമ്മദെ ഒന്ന് ജസ്റ്റ് കൈ ഇങ്ങനെ ആക്കിയാൽ മതി, വെറുതെ ആദരവ്, ആരാധിക്കൊന്നും വേണ്ട. അപ്പൊ റസൂൽ എന്താ പറഞ്ഞേ? എന്നാ ആകാന്നാ? അല്ല, എന്റെ കൈ ഇങ്ങനെ പൊന്തൂല. കാരണം ഇങ്ങനെ പൊന്തിക്കൽ ഇബാദത്താണ്. ഇങ്ങനെ കൈ പൊന്തിക്കൽ ബിംബാരാധനക്ക് നേരെയാവും, അത് ഇബാദത്താണ്. ഏതുപോലെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലായി തരാം. നിങ്ങൾ എളുപ്പത്തിൽ ചിന്തിച്ചോളിട്ടോ. അമ്പലത്തെ കാണുമ്പോൾ ഒരു ഹിന്ദു എന്താക്കല് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ആക്കുന്നത്? അത് ഇബാദത്താണ്. ഓനൊന്നും പറയണ്ട, അത് അതിനുള്ള ഇബാദത്താണ്, ആരാധനയാണ്. ക്രിസ്ത്യാനി ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ആക്കൂ, ശരിയല്ലേ? മുസ്ലിം എപ്പോഴെങ്കിലും പള്ളി കാണുമ്പോൾ ചന്ദ്രക്കര ഇങ്ങനെ വരച്ച് കുത്തിട്ടുക്കോ ഉണ്ടോ? ഇല്ല. അങ്ങനെ ഇട്ടിരുന്നെങ്കിൽ അതും ഇബാദത്താണ്. മനസ്സിലായി? ആംഗ്യം പോലും ഇബാദത്താവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാണേ കുഞ്ഞീത് മദന്റെ പുസ്തകം വായിച്ചാൽ മതി. ഒരാംഗ്യം പോലും ഇബാദത്താവും. ഒരു ക്ഷേത്രത്തിനുള്ള ഒരാൾ ഇങ്ങനെ ആക്കിയ ഇബാദത്തല്ലേ? എന്താ മനുഷ്യന്മാരെ പറയാൻ മടി? അതുകൊണ്ട് ശിർക്ക് ഒരിക്കലും എം.എൻ. കാരശ്ശേരിയോ മമ്മൂട്ടിയോ 1000 നിലവുകൾ കൊളുത്തിയാലും നമുക്കൊരു കുഴപ്പമില്ല, ഒക്കെ കിടക്കല്ലേ. നമ്മൾ കൊളുത്തരുത്. നമുക്ക് ഡോക്ടർ കൊളുത്തിയതിനാ പ്രശ്നം ഉണ്ടായത്. മൂപ്പര് KNM സെക്രട്ടറി ആയിപ്പോയി. വേറൊരു KNM സ്റ്റേറ്റ് സെക്രട്ടറി ക്രിസ്ത്യാനിക്ക് പോയിട്ട് വിളക്കും കത്തിച്ചു കൊടുത്ത്. നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഇത് ഞാൻ നിങ്ങളോട് പറയുന്നത് അറിയോ? ഇത് ചിലപ്പോൾ നിങ്ങളോട് ആരും പറയില്ല. അതുകൊണ്ട് നാളെ പിറ്റേന്ന് ഈ ലേഖനമൊക്കെ വായിച്ചിട്ട് മാതൃഭൂമിയൊക്കെ കണ്ട് ചാനലൊക്കെ കണ്ടിട്ട് നിങ്ങൾ ബേജാറാണ്ട. ശിർക്ക് ചെയ്യാതെ സൂക്ഷിച്ചോളീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിലും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറിൽ എരിപൊരുകൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.